السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വളരെ അനുഗ്രഹീതമായ റമളാനിൻ്റെ വിശുദ്ധ ദിനങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ഒരു റമളാനിൽ പ്രവേശിക്കാനും അവിടെ സിയാമും ഖിയാമുമെല്ലാമായി ജീവിതത്തിൽ ഒരിക്കൽ കൂടി റബ്ബിലേക്ക് പ്രത്യേകമായി അടുക്കാനുമുള്ള അവസരം കൈവന്നവരാണ് നമ്മൾ. അതിന് നാം റബ്ബിനോട് നന്ദി കാണിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളുടെ അമലുകൾ നന്മകളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മുഅ്മിനുകൾ എന്ന നിലക്ക് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. കൊച്ചുനാൾ മുതൽ നമ്മളൊക്കെ ഈമാൻ കാര്യങ്ങൾ കേട്ടുപഠിച്ചു പോന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. സത്യത്തിൽ എന്താണ് അള്ളാഹുവിലുള്ള വിശ്വാസം? എന്തിനാണ് ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്? അള്ളാഹു എൻ്റെ ആരാണ്? ഞാനും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇങ്ങനെ കുറേ പ്രാഥമികമായ ചോദ്യങ്ങൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെയൊക്കെയുള്ള ആലോചനകളിലൂടെ അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാകാം അള്ളാഹു നമുക്കിപ്പോഴും അന്യനായി തോന്നുന്നത്. ചിലതൊക്കെ റബ്ബിനോട് പറയാൻ മടിയും, റബ്ബിൻ്റെ കൽപ്പനകൾ നിർവഹിക്കുന്നിടത്ത് താല്പര്യക്കുറവുമൊക്കെ തോന്നുന്നത് ആ റബ്ബുമായിട്ടുള്ള നമ്മളുടെ അടുപ്പത്തിൻ്റെ കുറവ് കൊണ്ടാണ്. റബ്ബ് എൻ്റേതാണ്, എൻ്റേതു മാത്രമാണ്, എൻ്റെ എല്ലാമാണ് എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് വന്നാൽ, നമുക്കറിയാമല്ലോ നമ്മുടെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ ആളുകളെ പരിഗണിക്കുന്നത് അങ്ങനെയാണ്. ആ ആളുമായിട്ടുള്ള നമ്മളുടെ ആ ബന്ധമാണ് അയാളോട് ചോദിക്കാനും അയാളോട് അടുക്കാനും അയാൾ പറയുന്നത് കേൾക്കാനുമൊക്കെ നമ്മെ പ്രലോഭിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമൊക്കെ. നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും ദിക്റുകളും ഖുർആൻ പാരായണവുമൊക്കെ നമുക്കൊരു ഭാരവും പ്രയാസവുമായി തോന്നുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റബ്ബിനെക്കുറിച്ച് നാം അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല എന്നതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമ്പോൾ മക്കക്കാർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്. നമുക്കറിയാം റസൂലിൻ്റെ ഉപ്പയുടെ പേര് പോലും അബ്ദുള്ള എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരാണത്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോൽക്കുകയും നമസ്കരിക്കുകയും ഹജ്ജ് നിർവഹിക്കുകയും ഒക്കെ ചെയ്ത ഒരു സമൂഹത്തിലേക്ക് തന്നെയാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ വരുന്നത് എന്ന് നമുക്കറിയാം. എന്താണ് പിന്നെ പ്രശ്നം? അവരല്ലാഹുവിന് നേർച്ച കൊടുക്കാത്തതല്ല, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തതല്ല, അള്ളാഹുവിന് വേണ്ടി ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തതല്ല പ്രശ്നം. പിന്നെ ആ അള്ളാഹുവിനെ വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അള്ളാഹുവിനെ ഗൗനിക്കേണ്ടതുപോലെ അവർ ഗൗനിച്ചില്ല. അള്ളാഹുവിനെ പരിഗണിക്കേണ്ടതുപോലെ അവർ പരിഗണിച്ചില്ല. ഒരുപാട് ഇലാഹുകളുടെ കൂട്ടത്തിൽ ഒരു ഇലാഹ് അള്ളാഹുവും, ആ ഇലാഹുകൾക്കൊക്കെ കഴിവ് കൊടുക്കുന്നവൻ ആ അള്ളാഹു തന്നെയാണ്. എന്നാൽ പോലും ആ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ആ കൊച്ചു കൊച്ചു ഇലാഹുകളുടെ സഹായം ആവശ്യമുണ്ട് എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് അത്ര വലിയ ഗാംഭീര്യമൊന്നും അവർ നൽകിയില്ല.
ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വചനങ്ങൾ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുറ്റവനാണ്. മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. അസീസാൻ, ഗഫൂറാൻ, ഖുദ്ദൂസാൻ, മാലിക്കാനിലെ കുറേ പേരുകളൊക്കെ നമ്മളൊരു പക്ഷേ എണ്ണിപ്പടിച്ചിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ ആ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ അളമത്ത്, അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ വലുപ്പവും അള്ളാഹുവിൻ്റെ ശേഷിയുമൊക്കെ ബോധ്യപ്പെടുത്തുന്നതാണ്. സത്യത്തിൽ നമ്മളതൊക്കെ അത് ദിക്റുകൾ എന്ന നിലക്ക് അങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. ആ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇബാദത്തുകളൊക്കെ ചണ്ടികളായി മാറുന്നു. ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് ഈമാൻ ഉണ്ടാകുന്നത് എന്തർത്ഥത്തിലാണ്? 3-4 പ്രധാന പോയിന്റുകളിൽ ഊന്നിന്നുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത്. 1, എന്നെ പടച്ച എൻ്റെ റബ്ബ്. ഈ ലോകത്ത് ഒരുപാട് കോടി മനുഷ്യന്മാരുണ്ട്. അവരിൽ കണ്ണും കാതുമില്ലാത്തവരുണ്ട്, കൈകാലുകളില്ലാത്തവരുണ്ട്, ബുദ്ധി നോർമലല്ലാത്തവരുണ്ട്. അങ്ങനെ പലതായ ന്യൂനതകളോടുകൂടി ഈ ഭൂമുഖത്ത് ഒരുപാട് 1000 മനുഷ്യന്മാരുണ്ട്. എന്നെ അതിലൊന്നും ഉൾപ്പെടുത്താതെ നേർക്ക് നേരെ ചിന്തിക്കാനുള്ള ശേഷിയും സംസാരിക്കാനുള്ള കഴിവും നിൽക്കാനും നടക്കാനുമൊക്കെയുള്ള കഴിവുകളും നൽകിക്കൊണ്ട് എൻ്റെ റബ്ബ് എന്നെ ആദരിച്ചിരിക്കുന്നു. അങ്ങനെ ആദരിച്ച് ഞാൻ ആവശ്യപ്പെടാതെ, എൻ്റെ മാതാപിതാക്കൾ ആവശ്യപ്പെടാതെ ഈ ലോകത്ത് ഒരാൾക്കും എന്നെ ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ ജനിക്കുന്നതിന് മുമ്പ്. എന്നിട്ടും എന്നെ തീരുമാനിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുകയും എനിക്ക് വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ, കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ ഒരു മെത്തയായി, ഒരു വിരിപ്പായി, ഒരു അറയായി സംവിധാനിച്ചു തരികയും ചെയ്ത റബ്ബിനോടുള്ള എൻ്റെ നന്ദിയുടെ കടപ്പാടിൻ്റെ ഭാഗമാണ് എൻ്റെ റബ്ബുമായിട്ടുള്ള എൻ്റെ ബന്ധത്തിൻ്റെ ഒരു കാരണം. ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ ഭൂമിശാസ്ത്രപരമായി പഠിക്കുന്നുണ്ട്, ഭൗതികമായി ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പും അതിൽ നിന്നും ഭൂമി വേറിട്ട് പോരുന്നതും എന്നിട്ട് തിളച്ചുമറിയുന്ന ഈ ഭൂമിയിലേക്ക് കോടിക്കണക്കിന് വർഷങ്ങൾ തുടർച്ചയായി അള്ളാഹുവിൻ്റെ കാരുണ്യമായ മഴ, അല്ലേ, അതിവിടെ നിന്നുള്ള മഴയല്ല. ഇപ്പോഴത്തെ മഴയെ നമുക്കറിയാം. ഭൂമിയിലെ ഉപരിതലങ്ങളിലെ വെള്ളം ബാഷ്പമായി നീരാവിയായി ഉയർന്ന് ബാഷ്പമായി ഘനീഭവിച്ച് വീണ്ടും മഴയായി വർഷിക്കുന്നു എന്ന് നാം പറയാറുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ വെള്ളമില്ലാതിരുന്ന ഒരു കാലത്ത് ചുട്ടുതിളയ്ക്കുന്ന ഈ പുറംഭാഗത്തേക്ക് അള്ളാഹു കോടിക്കണക്കിന് വർഷം അള്ളാഹുവിൻ്റെ മഴ അനുഗ്രഹമായി കുത്തിച്ചൊരിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ പുറന്തോട് തണുത്തത്. അല്ലെ, ഇതിൻ്റെ അകം ഇപ്പോഴും തിളച്ചു മറിയുകയാണ്. ഈ ഭൂമിയുടെ പുറന്തോട് തണുപ്പിച്ചു. അങ്ങനെ ആ തണുപ്പിച്ചിടങ്ങളിൽ അള്ളാഹു പച്ചപ്പുകളുണ്ടാക്കി, അല്ലേ, ചെടികളുണ്ടാക്കി, മരങ്ങളുണ്ടാക്കി, ഏകകോശ ജീവികൾ, ബഹുകോശ ജീവികളെല്ലാം സംവിധാനിച്ചു വന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? നമ്മളെ, ആദമിൻ്റെ മക്കളെ ഈ ഭൂമിയിൽ പാർപ്പിക്കാൻ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എത്രത്തോളം ഉദാരനാ നമ്മുടെ നാഥൻ, അല്ലെ, എത്ര മനോഹരമായിട്ടായി ഭൂമിയെ മിഹാദ, അല്ലെ, ഭൂമിയെ അള്ളാഹു ഒരു തൊട്ടിലാക്കി നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നു. അങ്ങനെ ആ ഭൂമിയിലേക്ക് ഒരുപാട് പരിലാളനകളുടെ കൈകൾക്ക് മുമ്പിലേക്ക് സന്തോഷത്തിൻ്റെ പുഞ്ചിരിയുമായി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് എന്നെ എൻ്റെ റബ്ബ് ഈ ഭൂമിയിൽ ജനിപ്പിച്ചു തന്നു. അല്ല തആലൽ ഇൻസാൻ ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഓർക്കാൻ കഴിയാത്ത, പറയാൻ പറ്റാത്ത, ഒരു കൃത്യമായ അഡ്രസ്സ് ഇല്ലാത്തൊരു കാലമുണ്ടായിരുന്നില്ലേ മനുഷ്യ നിനക്ക്? സൂറത്തുൽ ഇൻസാനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ പ്രത്യേകമായി പരിഗണിച്ച് എനിക്ക് വേണ്ടി ഇവിടെ വായുവും വെള്ളവും ഈ ഭൂമിയുമൊക്കെ സംവിധാനിച്ചു തന്ന ഒരു രക്ഷിതാവുണ്ട് എന്നെൻ്റെ ബുദ്ധി പറയുന്നു. അതിൽ നിന്നാ ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത്. രണ്ടാമത്, എനിക്കൊരുപാടേറെ ഭീതികളുണ്ട്, ബേജാറുകളുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ മാത്രമാണ് അങ്ങനെ ആശങ്കപ്പെടുന്ന സൃഷ്ടി. മനുഷ്യൻ മാത്രമാണ് ആശങ്കകളുള്ള, വേവലാതികളുള്ള ഒരു സൃഷ്ടി. ആ വേവലാതികളിൽ എനിക്കൊരത്താണി വേണം. ഇവിടെ ജനിച്ചു വീഴുന്ന കാക്കക്കുഞ്ഞിനോ കൊതുകിൻ്റെ ലാർവ മക്കൾക്കോ അതുപോലെയുള്ള ചെറുതെന്ന് നമ്മൾ കരുതുന്നതോ വലുതെന്ന് നാം നിരീക്ഷിച്ചതോ ആയിട്ടുള്ള ഒരു ജന്തുവിനും ഈ ബേജാറൊന്നുമില്ല. അവർക്ക് അവരുടെ ഭക്ഷണത്തിനെക്കുറിച്ച് ബേജാറില്ല, അവരുടെ ആയുസ്സിനെക്കുറിച്ച് ബേജാറില്ല, രോഗങ്ങളെക്കുറിച്ച് പേടിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ഒരുപാട് പരിമിതികളെക്കുറിച്ചുള്ള ആശങ്കകളുമായി ജീവിക്കുകയാണ് ഞാൻ. അത് പരിഹരിക്കാനുള്ള ഓട്ടമാ പുരോഗതി എന്ന് നാം പറയുന്നത്. ആ ആശങ്കകളെ മറികടക്കാനുള്ള ശ്രമങ്ങൾക്കാ നമ്മൾ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും പുതിയ കണ്ടുപിടുത്തത്തിലേക്ക് കടക്കുമ്പോൾ പുതിയൊരു ആശങ്കയുമായിട്ടാണ് നാം വളർന്നു പോകുന്നത്. ആ രംഗത്ത് എനിക്ക് അഭയമേകാൻ,
എനിക്ക് ആശ്വാസമരുളാൻ ഒരു കേന്ദ്രം വേണം. അതാണ് എൻ്റെ റബ്ബ്, അതാണ് എൻ്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം. എൻ്റെ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, എൻ്റെ ഭീതികളിൽ എനിക്ക് നിർഭയത്വം ലഭിക്കണം, സുരക്ഷിതത്വം ലഭിക്കണം. അതിനാ ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത്. എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ ന്യായം അതാണ്. മൂന്നാമത്തേത്, എനിക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ എന്നാൽ എന്നാൽ നേടാവുന്നതല്ല. ഈ ഭൂമിയിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത ഒരുപാട് ആവശ്യങ്ങൾ, എനിക്ക് വേണ്ടി നേരത്തെ തന്നെ ചെറുതും വലുതുമായ ഒരുപാട് ആവശ്യങ്ങൾ ഞാൻ ചോദിക്കാതെ, ഞാൻ പറയാതെ, ഞാനൊന്നും പ്രതിഫലം കൊടുക്കാതെ എനിക്ക് വേണ്ടി സംവിധാനിച്ച ആ നാഥനോട് തന്നെ വേണം എനിക്ക് ചോദിക്കാൻ. അതിനുവേണ്ടിയും അതുകൊണ്ടും ഞാൻ എൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നു, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. നാലാമതൊന്ന്, ഞാൻ ഈ കോടാനുകോടി സൃഷ്ടിജാലങ്ങളിൽ വ്യത്യസ്തനാണ്. എന്നെക്കാൾ കണ്ണിന് മൂർച്ചയുള്ളവരുണ്ട്, എന്നെക്കാൾ കായബലമുള്ളവരുണ്ട്, എന്നെക്കാൾ ചെവി കേൾക്കാൻ കഴിയുന്ന സൃഷ്ടികളുണ്ട്. എല്ലാ നിലക്കും എന്നെക്കാൾ മേലെയാ ഈ ഭൂമുഖത്തുള്ള ഒരുപാടേറെ ജന്തുലോകം. പക്ഷെ അവയിൽ നിന്നൊക്കെ എനിക്ക് എന്തെല്ലാമോ ചില പ്രത്യേകതകളുണ്ട്. ഇങ്ങനെ ചിന്തിക്കാനും ആലോചിക്കാനും സംഘടിക്കാനും ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്നവൻ ഞാനൊരുവനാ. അപ്പം എനിക്കെന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എൻ്റെ മരണാനന്തരമുള്ള എൻ്റെ ജീവിതമാണ്. അതാണ് എൻ്റെ ശരിയായ ഇടം, എൻ്റെ പാർപ്പിടം, എൻ്റെ മഅവ, എൻ്റെ അഭയകേന്ദ്രം. ആ ഒരു ലോകത്ത് എന്നെ രക്ഷിക്കുവാൻ, അവിടെ എന്നെ സഹായിക്കുവാൻ അതിൻ്റെ ഉടമ എനിക്കാവശ്യമുണ്ട്. ആ ഉടമയായ അള്ളാഹുവുമായിട്ടാണ് എൻ്റെ ബന്ധം. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത്. എൻ്റെ വാപ്പ അബൂബക്കറും ഉമ്മ ആമിനയുമായത് കൊണ്ടല്ല ഞാൻ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ചാൽ മുഅ്മിനാവില്ലല്ലോ. ലകുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജനിക്കുന്ന കുഞ്ഞൊക്കെ ശുദ്ധ പ്രകൃതിയിലാണ്. ഏത് മുശ്രിക്കിൻ്റെയും ഏത് മുൽഹിദിൻ്റെയും ബഹുദൈവ വിശ്വാസിയുടെയും നിരീശ്വരവാദിയുടെയും കുഞ്ഞ് മുസ്ലിമാ. പക്ഷേ പിന്നീട് അവൻ ആ ഇസ്ലാമിയ്യത്ത് നഷ്ടപ്പെടുന്നത് അവൻ്റെ പ്രായപൂർത്തിക്ക് മുമ്പാണ്, അല്ലെങ്കിൽ പ്രായപൂർത്തിയോടടുപ്പിച്ചാണ്. അവിടെ വെച്ച് അവൻ രണ്ടാമത് ഈമാനിലേക്ക് പ്രവേശിക്കുകയാ, ശരിയായ ഈമാനിലേക്ക്. ശരിയായ ഈമാനിലേക്ക്. അന്നു മുതലാണല്ലോ അവന് ഇബാദത്തുകൾ നിർബന്ധമാകുന്നത്. കൊച്ചുമക്കൾ നോമ്പ് നോൽക്കാറുണ്ട്, നമ്മളവരെ ശീലിപ്പിക്കാറുണ്ട് നമസ്കാരമൊക്കെ. പക്ഷെ അവർക്കതിൽ ചോദ്യോത്തരവില്ല എന്നൊക്കെ നമുക്കറിയാം. അവർ നാളെ ബുദ്ധിയും പക്വതയും എത്തുന്ന കാലത്ത് അത് നിർവഹിക്കാൻ വേണ്ടി ഇപ്പോഴേ നമ്മളവർ ശീലിപ്പിക്കുക. അന്നു മുതലേ അവന് ചോദ്യവും ഉത്തരവൊക്കെ ഉള്ളൂ. ആ നാൾ മുതൽ ഞാൻ വീണ്ടും ആമിനയുടെ മകനായ അബൂബക്കറിന്റെ മകനായ ഞാൻ സ്വയം ബോധ്യപ്പെട്ട എൻ്റെ അള്ളാഹുവിൽ വിശ്വസിക്കണം. അപ്പോഴേ ഞാൻ മുഅ്മിനാകൂ. അതാ ഷഹാദത്തിന്റെ അർത്ഥം. അപ്പോഴേ ഞാൻ മുഅ്മിനാകുന്നുള്ളൂ. എൻ്റെ ഈ റബ്ബിനെ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞാൻ കണ്ടെത്തുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളൊരു റബ്ബാകുമ്പോഴാ ആ റബ്ബിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുമ്പോൾ പേടിയാവും. ആ റബ്ബിൻ്റെ നിർദ്ദേശങ്ങളിലേക്ക് നമ്മൾ ഓടിയെടുക്കും. സഹാബത്തിനൊക്കെ ഉണ്ടായത് അതാണ്. അവർ റബ്ബിനെ കുറിച്ച് പഠിച്ചു. ആ റബ്ബിനെ അവർ നേരത്തെ ഒരു അള്ളാഹുവിൽക്കറിയാം. നേരത്തെ അബൂജഹലും മുത്തുബയും ഷെയ്ബയും ഒക്കെ ആരാധിക്കുന്ന അതേ അള്ളാഹുവിനെ തന്നെയാണ് അബൂബക്കർ റളിയല്ലാഹു ഉമർ റളിയല്ലാഹു ഒക്കെ ആരാധിച്ചത്. പക്ഷെ അവർക്ക് അന്ന് അള്ളാഹുവിൻ്റെ ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ഖദർ കൃത്യമായി അറിഞ്ഞിരുന്നില്ല. ഇന്നവരത് അറിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നത്. എന്തേ നമുക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുന്നില്ല? വേലായുധനും അബൂബക്കറും ഒരേപോലെ ജീവിക്കുന്നത് എന്താ വ്യത്യാസം? അദ്ദേഹം ക്ഷേത്രത്തിൽ പോകുന്നു, ആ ദൈവത്തിന് സമർപ്പിക്കുന്നു സകലതും. അയാളും കുറെ കള്ളവും കള്ളത്തരങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ജീവിക്കുന്നു. നമ്മൾ പള്ളിയിൽ വരുന്നു, പടച്ചവന് കുറെ ആരാധനകളൊക്കെ അനുഷ്ഠിക്കുന്നു, എന്നിട്ട് നമ്മളും കുറെ കള്ളവും കള്ളത്തരവും ഒക്കെയായി ജീവിക്കുന്നു. ഇല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയിട്ടില്ല. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്താനുള്ളത് ആ ഇബാദത്ത്. ആ ഇബാദത്തിൻ്റെ കാതലാ ദുആ. ഇബാദത്തിന്റെ കാതലാ ദുആ. നമുക്കറിയാം, ഒരു കർമ്മം ഇബാദത്തും ഇബാദത്തല്ലാത്തതുമാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ദുആയാണ്. ദുആ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു കാര്യം കർമ്മമാകില്ല, ഇബാദത്താകില്ല എന്നും നമുക്കറിയാം. അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാത്ത, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമില്ലാത്ത ഒരു കാര്യം നമ്മൾ ദുആ ചെയ്തതുകൊണ്ട് നന്മയാകുമോ? നന്മയാകില്ലെന്നാ റസൂൽ പഠിപ്പിക്കുന്നത്. റസൂൽ പഠിപ്പിച്ച, അല്ലെങ്കിൽ അള്ളാഹു അവർ അനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം നിർവഹിക്കുക,
ദുആഓടുകൂടി അപ്പോഴേ അത് ഇബാദത്തായി അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെടുന്ന കർമ്മമായി സ്വീകരിക്കൂ. ആ ഇബാദത്ത് തന്നെയും നമുക്കറിയാം, രണ്ടു തരം ഇബാദത്തുകളുണ്ട്. ഒന്ന് തൗഹീദിൻ്റെ ഇബാദത്ത്, മറ്റൊന്ന് ശിർക്കിൻ്റെ ഇബാദത്ത്. അല്ലെ, തൗഹീദിൻ്റെ ഇബാദത്താ ഞാൻ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കുന്ന ആരാധന. ശിർക്കിൻ്റെ ഇബാദത്തോ ഈ അള്ളാഹുവിൻ്റെ കഴിവുകളോ അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളോ ഒക്കെ മറ്റു ചിലരിൽ അർപ്പിച്ചുകൊണ്ട് അവരിലൂടെ അള്ളാഹുവിലേക്ക് വരാനുള്ള വഴിയെ അതിനെ ശിർക്ക് എന്നും പറയുന്നു. ആ ഭാഗം വിശദീകരിക്കലല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ സൂചിപ്പിക്കുന്നത് ആ ഇബാദത്തിൻ്റെ മജ്ജയാണ് ദുആ. അദ്ദുആഉ ഹുവൽ ഇബാദ. ദുആ അതുതന്നെയാണ് ഇബാദത്ത്. നമുക്കറിയാം, നമ്മുടെ കൂടെ നോമ്പ് നിൽക്കുന്ന ഒരുപാട് അമുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഒരു MLA ഒക്കെ തുടർച്ചയായി എത്രയോ വർഷമായി നോമ്പ് നോൽക്കുന്ന ഒരു MLA കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു. കൂട്ടുകാരോടൊക്കെ ശീലമായി നമ്മളൊക്കെ എഴുന്നതിനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് നമ്മളൊക്കെ കഴിക്കുന്നതിനേക്കാൾ വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് നോമ്പ് പിടിക്കുകയും നോമ്പ് തുറക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ക്രൈസ്തവ സുഹൃത്ത്. അതുപോലെ ഒരുപാട് ആണും പെണ്ണുമായിട്ട് ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ ഓഫീസുകളിലും നമ്മുടെ അയൽപ്പക്കങ്ങളിലും ഒക്കെയുണ്ട്. എന്തേ അവരും നമ്മളും തമ്മിൽ വ്യത്യസ്തരായത്? അവരുടെ ആ ഇബാദത്തുകൾക്ക് ദുആ ഇല്ല. അല്ലെ, ഞാൻ 3 വട്ടം കൈ കഴുകി, 3 വട്ടം വായ കൊപ്പിച്ചു, 3 വട്ടം മുഖം കഴുകി, 3 വട്ടം കൈ മുട്ടുവരെ കഴുകി, തലയും ചെവിയും ഒരു പ്രാവശ്യം തടവി, കാലുകൾ 2-3 വട്ടം നെരിയാണി വരെ കഴുകി, അത് ഉളു ആകുമോ? മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് അംഗസ്നാനം എന്ന് പറയാം. അള്ളാഹു ആവശ്യപ്പെട്ട ഉളു ആകുമോ അത്? ഇല്ലല്ലോ. അതിനൊരു നിയ്യത്തുണ്ട്. ആ നിയ്യത്ത് എന്ന ഒരു ദുആയുണ്ട്. അഥവാ ഇത് അള്ളാഹു ആവശ്യപ്പെട്ട ഒരു കർമ്മമാണ്. ഇത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഉളുവാണ്. എന്നാൽ നമ്മുടെ കൂട്ടുകാരൻ അങ്ങനെ ചെയ്തപ്പോൾ അയാൾക്ക് അങ്ങനെയൊന്നും ധാരണയില്ല. അയാൾ കയ്യും മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, ശുദ്ധിക്ക് നല്ലതല്ലേ. ദിവസം 5 നേരം ശുദ്ധവെള്ളം കൊണ്ട് കണ്ണും മുഖമൊക്കെ കഴുകുന്നത് കാഴ്ചക്ക് നല്ലതാണ്. കൈകളൊക്കെ തടവി ഒരതി കഴുകുന്നത് രക്തോട്ടത്തിനൊക്കെ നല്ലതാണ്. എപ്പോഴും മാലിന്യങ്ങളാകുന്ന ഈ പ്രദേശങ്ങളൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കുന്നത് ആരോഗ്യത്തിന് നല്ല അല്ലേ. അങ്ങനെയൊക്കെ നിയ്യത്തുകളില്ല ആ മനുഷ്യൻ. അത് ഇബാദത്തായിട്ടില്ല. അപ്പോൾ ആ ഇബാദത്താകുന്നത് ആ ദുആയോട് കൂടിയാണ്. അപ്പം ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വിശ്വാസിക്ക് ദുആയാണ്. പക്ഷെ നമ്മൾ ദുആരക്കലാണ് അല്ലേ. നമ്മളുടെ ദുആരക്കലുകൾ ചില പ്രത്യേക സമയങ്ങളിലും കാലങ്ങളിലും ചുരുങ്ങിപ്പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്നെ ഇങ്ങനെയെല്ലാം പരിഗണിക്കുകയും ഇങ്ങനെയെല്ലാം ആദരിക്കുകയും ഇങ്ങനെയെല്ലാം എനിക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുകയും ചെയ്യുന്ന റബ്ബുൽ ആലമീനിനോട് എനിക്കെപ്പോഴും നിലനിൽക്കേണ്ട ബന്ധമായിരുന്നു എൻ്റെ ദുആ. അതിനെ ഞാൻ ചില ഇമാമുകളുടെ നേതൃത്വത്തിൽ മാത്രമാക്കി മാറ്റി, ചില ഇബാദത്തുകൾക്ക് തൊട്ടു പിന്നാലെ മാത്രമാക്കി മാറ്റി, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമാക്കി മാറ്റി. അപ്പോൾ എൻ്റെ റബ്ബ് എനിക്ക് അന്യനായിപ്പോയി. സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്നവ ചെരുപ്പിൻ്റെ വാറു പൊട്ടിയാൽ അള്ളാഹിനോട് ചോദിക്കുക എന്നറിയണ്ടേ. ചെരുപ്പിൻ്റെ വാറു പൊട്ടിയാൽ അള്ളാഹ് ചെരുപ്പുത്തി അയച്ചു തരുമെന്നൊന്നും നമ്മളാരും വിശ്വസിക്കുന്നില്ല. പിന്നെയോ നിന്റെ നിസ്സാരമായാലും അതിഗുരുതരമായാലും പ്രശ്നമേതായാലും ശരി നിന്റെ റബ്ബുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക നീ അല്ലേ. അള്ളയും മനുഷ്യനും തമ്മിലുള്ളൊരു വ്യത്യാസം ഉണ്ടല്ലോ ഈ അപേക്ഷയുടെ അഭ്യർത്ഥനയുടെ വിഷയത്തിൽ അല്ലേ. നമ്മളുടെ അടുക്കലേക്ക് ഒരേ ആവശ്യത്തിന് പലവട്ടം ഒരാൾ വന്നാൽ എന്താ അയാളോട് നമ്മുടെ മനോഭാവം? എങ്ങനെയായിരിക്കും നമ്മൾ അയാളോട് നിലപാടെടുക്കുക? കഴിഞ്ഞൊല്ലം മോളെ കെട്ടിക്കാനല്ലേ നീ വന്നത്? അതിൻ്റെ മുമ്പത്തെ കൊല്ലവും മോളെ കെട്ടിക്കാൻ പറഞ്ഞിട്ടല്ലേ വന്നത്? ഇക്കൊല്ലവും മോളെ കെട്ടിക്കാൻ പറഞ്ഞിട്ടാ വരുന്നത്? കള്ളത്തരല്ല എന്നൊക്കെ നമുക്കറിയാം. കള്ളത്തരമൊന്നുമല്ല, അയാളുടെ ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അയാളുടെ വരവ് ഓരോ പ്രാവശ്യം കൂടുമ്പോഴും നമുക്ക് അയാളോട് വെറുപ്പ് കൂടി വരും അല്ലേ. നമ്മൾ ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വാക്കുകളാ നമ്മുടെ കൊച്ചുമക്കളുടേത് അല്ലേ. ആ കൊച്ചുമക്കള് ഒരു കാര്യം തന്നെ 1000 ആവർത്തി പറയുമ്പോഴും നമ്മളൊക്കെ ചിരിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ ഒരു പരിധി ആയിട്ട് കഴിഞ്ഞാൽ അല്ലേ ആ മോളും നമ്മളും അപ്പോൾ പിണങ്ങി അല്ലേ. ഒരു പരിധി വരെയൊക്കെ നമ്മളൊന്ന് ഖുർആൻ ഓതുന്ന നേരത്തായിരിക്കും ഓള് കഥയായിട്ട് വന്നിട്ടുണ്ടാവുക അല്ലെ. കുറച്ചൊക്കെ നമ്മൾ സഹിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വർത്താനങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ റബ്ബ് നോക്കും നിങ്ങൾ, റബ്ബ് എത്ര അങ്ങോട്ട് ചോദിക്കുന്നോ അത്രയേറെ അള്ളാഹ് ഇങ്ങോട്ട് അടുക്കുന്നു എന്നതാണ്. 100 വട്ടം ചോദിച്ചവനേക്കാൾ റബ്ബിനിഷ്ടം 101 വട്ടം ചോദിച്ചവനെയാ. 101 വട്ടം ചോദിച്ചവനേക്കാൾ ഇഷ്ടം 1001 വട്ടം ചോദിച്ചവനെയാ
പടച്ചവനും പടപ്പും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം. റബ്ബിൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണത്. എന്നിട്ട് പിന്നെന്തിനാ നമ്മൾ പിശുക്കുന്നത്? പിന്നെന്തിനാ റബ്ബിനോട് ചോദിക്കാൻ നമ്മൾ മടിക്കുന്നത്? ഈ ഒരു പോയിന്റിൽ പിഴവ് പറ്റിപ്പോയതാ മുസ്ലിം സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തിനും. മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷത്തിനും അവിടെയാ പിഴച്ചു പോയത് അല്ലേ? എന്തിനാ ഈ അള്ളാഹ്ക്ക് പുറത്ത് ആളുകളെയൊക്കെ തെരഞ്ഞു പോയത് മനുഷ്യന്മാർ? അവരുടെ ഖൗഫ് നോക്കൂ നിങ്ങൾ. ആ ദുആകളിൽ, അള്ളാഹു അല്ലാത്ത ഇടങ്ങളിലെ ദുആകളിൽ അവർ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് അങ്ങനെയുള്ള സന്നിധികളിൽ നിന്ന്, അങ്ങനെയുള്ള മഹളറകളിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് നാം കാണുന്നുണ്ട് അല്ലേ? അവർക്ക് ഈ റബ്ബിനെ അറിയാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല. പറഞ്ഞു കൊടുക്കണം അവരോട്. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും. അള്ളാനെയാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. സമൂഹത്തിന് അള്ളാനെ പരിചയപ്പെടുത്തുക. അള്ളാനെ അറിയട്ടെ അവർ. അത് പരിചയപ്പെടുത്താൻ ആ ഖുർആൻ അതിൻ്റെ ആദ്യ ആമുഖം എന്ന നിലക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ആ റബ്ബിനെ, കാരുണ്യത്തിൻ്റെ ദൂതനെ അല്ലെ, കാരുണ്യത്തിൻ്റെ റബ്ബിനെ അല്ലെ, ആ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ. അങ്ങനെയാകുമ്പോൾ നമ്മൾ പ്രാർത്ഥനകളുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരും. എന്തിനാ പ്രാർത്ഥനയുടെ ആവശ്യം അല്ലേ? ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ലാതെ അല്ലല്ലേ നമ്മളെ സൃഷ്ടിച്ചത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ. നമ്മൾ ഉമ്മയിപ്പയും പ്രാർത്ഥിച്ചിട്ടാണോ നമ്മളുണ്ടായതല്ല. ചിലപ്പോൾ ഉമ്മയിപ്പയും പ്രാർത്ഥിച്ചത് ഇപ്പം വേണ്ടായിരുന്നു എന്നാണ് അല്ലേ? ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോഴപ്പോൾ നമ്മൾ ഉമ്മ ഗർഭിണിയായി, നമ്മളെ പ്രസവിച്ചു. അപ്പോൾ അവരുടെ പ്രാർത്ഥനയൊന്നുമല്ല, അത് അള്ളാഹിൻ്റെ ഖളാഇൻ്റെ ഭാഗമാണ്. അപ്പോൾ പിന്നെ അള്ളാഹ്ക്കറിയില്ലേ നമ്മുടെ ആവശ്യങ്ങളൊക്കെ, നമുക്ക് എന്തൊക്കെ കിട്ടണമെന്ന്, എന്തൊക്കെ നൽകണമെന്ന് റബ്ബിനറിയില്ലേ? അറിയാം. എന്നാലും അത് അള്ളാഹുവിൻ്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അതാ ഞാൻ ഓതി വെച്ച വചനം. കുൽ, റസൂലേ പറയുക, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് എന്ത് വില നൽകാനാ, അല്ലെങ്കിൽ യാതൊരു പരിഗണനയും തരില്ല എന്ന്. മാ യഅബഉ ബിക്കും റബ്ബി, എൻ്റെ നാഥൻ നിങ്ങൾക്ക് ഒരു മൈൻഡ് ചെയ്യൂല നിങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ. അല്ല, പ്രാർത്ഥിക്കാത്തവർക്കും അല്ല കൊടുക്കുന്നില്ലേ? സൂര്യൻ എല്ലാവർക്കും ഉദിക്കുന്നില്ലേ? മഴ എല്ലാവരുടേതും കിട്ടുന്നില്ലേ? മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കുമ്പോൾ എത്ര ആളാ പോണത്? പക്ഷെ അല്ലാത്തവർക്കും കൊടുക്കുന്നില്ലേ? അവർക്ക് ഭക്ഷണം, റിസ്ക് കിട്ടുന്നില്ലേ? ജീവിതത്തിലെ സുഖ സൗകര്യങ്ങൾ ഉണ്ട്. പിന്നെന്താ അള്ളാഹു ഈ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തിരനോട്ടമുള്ള പരിഗണനയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ ബർക്കത്ത് മഴ, എനിക്ക് പെയ്യുന്ന മഴ തന്നെയാണ് ദൈവ നിഷേധിക്കു വേണ്ടി പെയ്തതും. പക്ഷേ എനിക്കുള്ള മഴയിൽ ബർക്കത്തുണ്ട്. ഒരു പക്ഷേ എൻ്റെ വെള്ളം പൊങ്ങി എൻ്റെ വീട് നശിച്ചു പോയിട്ടുണ്ടാകും, എന്നാലും ആ മഴയിൽ എനിക്ക് റബ്ബ് ബർക്കത്ത് തന്നിട്ടുണ്ട് അല്ലെ? ആ മഴ, ആ ഇടിമിന്നലിൽ എൻ്റെ വീട് പിളർന്നു പോയിട്ടുണ്ടാകണം, പക്ഷേ എങ്കിലും എനിക്കതിൽ റബ്ബ് ബർക്കത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയാത്തൊരു സാധനമാണ്. ആ ബർക്കത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ പരിഗണന റബ്ബിൽ നിന്ന് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ദുആ ഉണ്ടായിരിക്കണം, പ്രാർത്ഥനയുണ്ടായിരിക്കണം. അല്ലാഹു ആവശ്യപ്പെടുകയാണ്. ആ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു. ആദം അലൈഹിസ്സലാം മുതൽ റബ്ബനാ ളലംനാ അൻഫുസനാ ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ഒന്നാം പ്രാർത്ഥന മുതൽ, നാഥാ ഞങ്ങളിതാ അക്രമം ചെയ്തു പോയി, ഞങ്ങളോട് തന്നെ ഞങ്ങൾ അക്രമം ചെയ്തു പോയി റബ്ബേ, നീ പൊറുക്കുന്നില്ല എങ്കിൽ, നീ കരുണ കാണിക്കുന്നില്ല എങ്കിൽ പടച്ചവനെ ഞങ്ങൾ നഷ്ടക്കാരായി മാറും. ആദം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വരെ നൂറുകണക്കിന് പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതേപോലെ ഹദീസുകളിൽ നമുക്കുണ്ട്, ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ വന്ന പ്രാർത്ഥനകൾ. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ജീവിതം മുഴുവൻ അവരല്ലാഹുവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്നു. അപ്പോഴവർക്ക് പ്രാർത്ഥനകളുണ്ടായി. നമ്മളും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴാ? കഷ്ടതകളിൽ, ദുരിതങ്ങളിൽ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങൾ അല്ലെ, അവർക്ക് ളുറുകൾ ബാധിച്ചാൽ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടായാൽ അവർ പ്രാർത്ഥിക്കുകയായി. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് നമ്മളുടെ മനുഷ്യന്റെ നന്ദികേടിനെ. ആ കഷ്ടപ്പാടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാം അവർക്ക് മാറ്റം നൽകിയാലോ, അവരെ നാം തിരിച്ചെടുത്താലോ, ഇദാ മസ്സൽ ഇൻസാന ളുറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈ, അവന് പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് വിനയത്തോടെ താഴ്മയോടെ അവൻ മടങ്ങുന്നു. വൈദാ ഖവലഹു നിഅമതൻ മിൻഹു,
അള്ളാഹുവിൻ്റെ നിയാമത്തിലേക്ക് അവനെ മാറ്റിക്കൊണ്ടുവന്നാൽ, അഥവാ ആ പ്രയാസത്തിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് അവനെ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ, നസ്യമാക്കാനാലേ, കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നു. കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് അവൻ തിരിച്ചു പോകുന്നു. ഖുർആൻ മറ്റിടത്തും വിശദീകരിക്കുന്നുണ്ട്. കിടന്നും ഇരുന്നും നിന്നും നടന്നും ഒക്കെ പ്രാർത്ഥനയിലാവൻ, കഷ്ടപ്പാടുകളിലെ ദുരിതപർവങ്ങളിൽ വെച്ച്. എന്നാൽ അവിടങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നാലോ, അവർ ആ കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നു. രോഗികളെ സന്ദർശിച്ചിട്ടില്ലേ നമ്മൾ? മാറാ രോഗങ്ങൾ ബാധിച്ച കൊടിയ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ, അവർക്ക് നമ്മളോട് പറയാനുള്ളതും നമ്മൾക്കവരോട് പറയാനുള്ളതും ദുആകളെക്കുറിച്ചും ദുആയുടെ വസിയത്തുകളെക്കുറിച്ചുമൊക്കെയാണ്. എത്ര സൂക്ഷ്മതയോടെ, എത്ര ശ്രദ്ധയോടെ, താഴ്മയോടെയാ ആ മനുഷ്യൻ പ്രാർത്ഥനയെ ഓർക്കുന്നത്. വൈദ്യശാസ്ത്രത്തിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ ആ രോഗാവസ്ഥകളിൽ നിന്ന് ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക്, സാമ്പത്തിക വിദഗ്ധരെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ നഷ്ടക്കച്ചവടങ്ങളിൽ നിന്ന് ലാഭങ്ങളുടെ കുതിപ്പിലേക്ക് തിരിച്ചു വന്നാലോ, നസ്യമ അലൈ, നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ മറന്നു പോകുന്നു. നേരത്തെ ഉണ്ടായിരുന്നതായ അവസ്ഥകൾ അവർ മറന്നു പോകുന്നു. മനുഷ്യനോളം നന്ദി കെട്ട ജന്തുവർഗമില്ലെന്നത്രേ ഖുർആൻ പറയുന്നത്. ഖുർആൻ നന്ദി കെട്ടതിന് പറയുന്ന ഉദാഹരണം മുഴുവൻ നമ്മളെ വെച്ചിട്ടാ, മനുഷ്യരെ വെച്ചിട്ടാ. സൂറത്തുൽ ആദിയാത്തൊക്കെ അടക്കം ഏറെ അനുഗ്രഹങ്ങളും ഉപകാരങ്ങളും കിട്ടിയിട്ട് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂസ്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ നാഥനോട് നന്ദി കെട്ടവൻ തന്നെയാ. ഒരു യുദ്ധക്കുതിരയുടെ നന്ദി പോലുമില്ലാത്ത, വളരെ ചുരുങ്ങിയ സൗകര്യങ്ങൾക്ക് വേണ്ടി യജമാനനോട് നന്ദി കാണിക്കുന്ന ഒരു കുതിരയുടെ പോലും നന്ദി കാണിക്കാത്ത നന്ദി കെട്ടവൻ. അവരിലധിക ആളുകളും നന്ദി കെട്ടവരാ. ഖുർആൻ അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഞാനും നിങ്ങളും അതിലാകാതിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സൂചിപ്പിക്കുന്നത് നമുക്ക് ആ റബ്ബുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ദുആ കഷ്ടപ്പാടുകളിൽ ഉണ്ടാകേണ്ടതല്ല. അത് നമ്മുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും ജീവിതത്തിൻ്റെ എല്ലാ കയറ്റ ഇറക്കങ്ങളിലും കൂടെ നിലനിർത്തേണ്ടതാണ്. ഔപചാരികമായ പ്രാർത്ഥനകൾ നിങ്ങൾ നോക്കൂ. നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ദുആയല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ദുആയ. പക്ഷേ നമുക്ക് നമസ്കാരം കഴിഞ്ഞിട്ടാ ദുആ. നമസ്കാരം കഴിഞ്ഞിട്ടാ ദുആ. നമ്മൾ കയ്യൊക്കെ ഒന്ന് തിരുമ്പി ഒന്ന് ഉഷാറായി ഇരിക്കുന്നത് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുആക്ക. നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? അതൊക്കെ ആ നമസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ രോഗം മാറാൻ, ജോലി ശരിയാകാൻ, നമ്മുടെ മറ്റു പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, ഭൗതിക ജീവിതം ആശ്വാസകരമാകാൻ, പേരക്കുട്ടിയുടെ പരീക്ഷയിൽ ഉന്നത മാർക്കോടെ ജയിക്കാൻ ഒക്കെ നമ്മൾ നിസ്കാരത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിസ്കാരത്തിനകത്ത് അതെവിടെയാന്നിരിക്കും? അത്തഹിയ്യാത്തിൽ ബാക്കിയുള്ള സ്ഥലത്താ, സമയത്താ? അല്ല. അത്തഹിയ്യാത്തിൽ ഇമാം ആ തശഹുദും സ്വലാത്തും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞ് ബാക്കിയുള്ള സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കണ്ട, അപ്പം നമുക്ക് എന്തും പ്രാർത്ഥിക്കാമെന്നാണല്ലോ. ആ സമയത്തായി ഇത് നമ്മൾ പ്രാർത്ഥിച്ചത് അല്ല. നമസ്കാരത്തിന്റെ പ്രധാന ഭാഗമായിക്കൊണ്ട് തന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സുജൂദിലോ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തങ്ങളിലോ എവിടെയൊക്കെയോ ഉണ്ടത്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ, അല്ലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി വഹ്ദിൻ, ഇതൊക്കെ എന്താ? അതിൻ്റെ പേരക്കുട്ടിയുടെ പരീക്ഷയിൽ വന്നിട്ടുണ്ട്, എൻ്റെ മോളുടെ പ്രസവയിൽ വന്നിട്ടുണ്ട്, എൻ്റെ ബിസിനസിന്റെ പ്രശ്നം അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളിതിങ്ങനെ പറഞ്ഞു പോയിക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വജ്ബുർനി, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ആ നമസ്കാരം വെറും ജഡമായിപ്പോയി. ആ നമസ്കാരത്തിനൊരു ജീവനും ഇല്ലാതായിപ്പോയി. കാമുക്കുസാല, മുനാഫിക്കൾ കൊണ്ട് പറഞ്ഞു നമസ്കാരം കഴിഞ്ഞിട്ട് വേണമല്ലോ പ്രാർത്ഥന എന്ന് കരുതിയിട്ട് നമ്മൾ കാത്തുക്കണത്. അതൊരു ഇമാമിന്റെ ഒക്കെ നേതൃത്വത്തിലാണെങ്കിൽ ഭേഷായി. ഒരു മനോഹരമായി പ്രാർത്ഥിക്കുന്ന ഒരു ഇമാമിന്റെ ഒക്കെ പ്രാർത്ഥനയും ഒരു ആമീനും ആണെങ്കിൽ നമുക്ക് സമാധാനവുമായി. അങ്ങനെയുള്ളൊരു ദുആ അല്ല ഞാനും എൻ്റെ റബ്ബും, ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ദുആയാ അള്ളാഹ് പറഞ്ഞ ദുആ. ആ ദുആക്ക് ചില പ്രത്യേക ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങൾ റസൂൽ പറഞ്ഞു. ഫർദ് നമസ്കാരങ്ങളുടെ പിന്നാലെ നോമ്പുകാരന്, അതുപോലെ തന്നെ ഖിയാം തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞു, ജുമായുടെ ദിവസം എന്നൊക്കെ പറഞ്ഞ് ചില പ്രത്യേക സന്ദർഭങ്ങൾ പറഞ്ഞു. അത് റമളാൻ പ്രത്യേക ഓഫർ പോലെയുള്ള ചില പ്രത്യേക ഓഫറുകളാ.
പ്രാർത്ഥന അവിടെ ചുരുക്കേണ്ടതല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വെറുതെ രാവിലെ കച്ചവടത്തിന് പോയി, ഓഫീസിലേക്ക് പോയി, ളുഹർ നിസ്കരിക്കുന്നത് വരെ എന്താ പ്രാർത്ഥന? ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഇങ്ങനത്തെ ഒരു രോഗത്തിനെ കുറിച്ച്, അങ്ങനത്തെ എന്തെങ്കിലും. ഞാൻ എൻ്റെ കച്ചവടത്തിലാണ്, ഞാൻ എൻ്റെ ജോലിക്കടയിലാണ്, എന്തോ പ്രാർത്ഥിക്കലുണ്ടോ ഞാൻ? ഇല്ല. കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ എപ്പോഴോ ചെന്ന് സന്ദർശിക്കേണ്ട വിരുന്നുകാരനാ നമ്മുടെ റബ്ബ് അല്ലേ? അതാ നമ്മൾ നിരാശയിലേക്ക് നീങ്ങുന്നത്. ദൈവമില്ല എന്നും അല്ലെങ്കിൽ ദൈവവിശ്വാസം വികലമായ ആളുകളൊക്കെ ആത്മഹത്യയിൽ, നിരാശയിലും ടെൻഷനിലും ഡിപ്രഷനിലും ഒക്കെയായി ജീവിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അബൂബക്കർമാരും അലിമാരും ഉമർമാരും ആയിഷമാരും ഒക്കെ വരുന്നത് അതുകൊണ്ടാ. അഥവാ അവർക്കൊക്കെ ഉള്ള അള്ളാഹുവേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ, അവർക്കൊക്കെയുള്ള ദൈവമേ നമ്മുടെ കയ്യിലുമുള്ളൂ എന്നതുകൊണ്ടാ ആ നിരാശയിലേക്ക് നമ്മൾ കൂപ്പുകുത്തിപ്പോകുന്നത്. പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂല് വിശുദ്ധ ഖുർആനിലൂടെ ചില നിബന്ധനകളൊക്കെ പറഞ്ഞു. ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. ഉദ്ഉ റബ്ബക്കും തളർറുഅ, താഴ്മയോടെ വിനയത്തോടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക. മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടാവും നമ്മൾ കുറേ ആളുകൾ. ആ നിസ്കാര സ്ഥലത്തേക്ക് നമ്മൾ പോയതെങ്ങനെയാ? നമ്മളെ BMW അപ്പട്ട കുപ്പായ എത്രണ്ടതാ അല്ലേ? മയ്യത്ത് വേണ്ടിയുള്ള നിസ്കാരത്തിനൊക്കെ താഴ്മയോടെ വിനയത്തോടെ പോകണം എന്നൊക്കെ റസൂൽ പഠിപ്പിച്ച്. നമ്മൾ അലങ്കാരവും പ്രൗഢിയും കാണിക്കാനല്ല പള്ളിയിലേക്കും നിസ്കാര സ്ഥലത്തേക്കും ആരാധനാടങ്ങളിലേക്കും പോകേണ്ടത് അല്ലേ? നടന്നു വരാനൊക്കെ പറഞ്ഞില്ലേ പള്ളിയിലേക്ക്? നമ്മൾ വാങ്ങിയ പുതിയ കാള് നാട്ടുകാരെ കാണിക്കാനല്ല ജുമാക്ക് ആളുള്ള പള്ളിയിൽ പോണേ. തളർറുഅൻ, വിനയത്തോടെ നിൽക്കണം അല്ലേ? ആ വിനയം നോക്കി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിൽ നിൽക്കുന്നുണ്ട് ഒരു നൃത്തം. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാന്റെ ആദർശം നിലനിർത്താൻ വേണ്ടിയുള്ള സമരത്തിലാ. ആ 313 ആണ്ട് കയ്യാണല്ലേ ബദരീങ്ങളാണ്ട് ദിനം വരിക അല്ലേ? ആ ബദരീങ്ങൾ വന്നു നിൽക്കുന്നത് ദുനിയാവിലൊന്നും നേടാനല്ല. ദുനിയാവുള്ളത് മൊത്തൽക്ക് പോയതാ. അള്ളാന്റെ മാർഗത്തിലേക്ക് വന്നപ്പം അവരാഖിറം നേടാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവിടെ മൂലെന്ന് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയുടെ തളർറുഅ്, അതിൻ്റെതായ ആ വിനയം, താഴ്മ, ആ ബേജാറ്, അത് കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലിന്റെ തട്ടൊക്കെ വീണു പോയത് പോലും റസൂൽ അറിഞ്ഞില്ല. അല്ലാഹുമ്മ ഇൻ തുഹ്ലികാദിൽ ഗുസാബ, നാഥ ഈ ചെറു സംഘത്തിനെ എങ്ങാൻ നീ ഇവിടെ നശിപ്പിക്കുകയാണ് എങ്കിൽ നീ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല നാഥ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന റസൂൽ സമാധാനിപ്പിക്കുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. റസൂലേ, മതി മതി, അല്ലാഹ് തരും. എന്തേ നമ്മുടെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കുന്നില്ല? ഉത്തരം കിട്ടുന്നില്ലല്ലോ നമുക്ക് അല്ലേ? ബേജാറുകളിലാണോ നമ്മൾ പലപ്പോഴും? ഞാൻ പറഞ്ഞില്ലേ, ആരാപ്പം പെരുന്നാൾ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് ഇമാമുക്കുക, നമ്മൾ ഓലെ തിരഞ്ഞെടുക്കുക. നല്ല തഖ്വയുള്ള, ഖുശൂഉള്ള, ഇൽമുള്ള ഉസ്താദിനെ കിട്ടണം. ഉസ്താദിന് മക്കത്തെ ഇമാം വന്നിട്ടും കാര്യമൊന്നുമില്ല അല്ലേ? അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന നമുക്ക് ആ തളർറുഅ് വേണം, അത്താഴ്മ വേണം അല്ലേ? മറ്റൊന്ന് അല്ലാഹു സൂചിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടത് ഖൗഫൻ, പേടി വേണം. പേടി എങ്ങനെയാ അല്ലേ? പടച്ചോനെ, നമുക്ക് ഉളുപ്പില്ലാത്തൊരു മേഖല പടച്ചോനോട് ചോദിക്കുന്നു കൊടുത്താ. എന്നോട് ഇന്ന് ഉച്ചക്ക് ഇവിടെ വരാൻ പറഞ്ഞു ഒരാൾ, ഞാൻ ഇവിടെ വന്നില്ല. എന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അയാളെ അങ്ങോട്ട് ഫോൺ ചെയ്യുക, ഈ ഒന്ന് ഇവിടെ വരണം എന്ന്. ഇത്തിരി ഉളുപ്പുള്ളവനാണെങ്കിൽ ചെയ്യോ? ചെറിയൊരു പേടി ഉണ്ടാവും. ഓൻ 12 മണിക്കാട് ചെല്ലാൻ പറഞ്ഞിട്ട് ഞാൻ പോയില്ല, അപ്പം ഇനി എങ്ങനെ ഓനെ അങ്ങോട്ട് അല്ലേ? റബ്ബ് നമ്മളോട് പലതും പറഞ്ഞു. ആ പറഞ്ഞതൊന്നും ചെയ്യാതെയാ റബ്ബിന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ ചോദിക്കണത്, റബ്ബെ ഇന്നത് വേണം, ഇന്ന ആവശ്യമുണ്ട്, ഇന്നത് പരിഹരിച്ചു തരണം. റബ്ബ് റഹ്മാന, റഊഫ, ഗഫൂറ, പൊറുക്കും,
കരുണ കാണിക്കും, തരും. അതൊക്കെ നമ്മളെ പ്രതീക്ഷ തന്നെയാ. അള്ളാഹ് പറഞ്ഞതുവാ. പക്ഷെ എന്നാലും വേണ്ടേ നമുക്ക്, അല്ലെ, നമുക്ക് നമ്മളുടേതായ, ഞാൻ സൂറത്തുൽ ആദിയാത്തിൽ പറഞ്ഞതുപോലെ ആ കുതിരയുടെയെങ്കിലും ഒരു നന്ദിബോധം ഉണ്ടാവണ്ടേ. ഖൗഫൻ, പേടിയോടെ നിൽക്കണം റബ്ബിന്റെ മുമ്പില്, പേടിച്ചു നിൽക്കണം റബ്ബിന്റെ മുമ്പില്. ഒരു കോടീശ്വരൻ, മഹാകോടീശ്വരൻ, അയാളുടെ ബിസിനസ് വിപുലീകരണത്തിന് അയാൾക്ക് കുറച്ച് ഫണ്ട് കിട്ടണം, അതിന് ചില ആളുകളിലൂടെ കിട്ടണം, അല്ലെങ്കിൽ സർക്കാരിൻ്റെതായ ചില പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ കിട്ടണം, അല്ലെ? അയാൾ എങ്ങനെയാ ആ മന്ത്രിന്റെ അടുത്ത്, വേണ്ട, ഓഫീസിൽ ആ ക്ലർക്കിന്റെ അടുത്ത്, ആ സർക്കാർ ക്ലർക്കിന്റെ അടുത്ത് പോയി പറയുന്ന ഒരു കോലല്ലേ? ഇവന്റെ ഔദാര്യം വേണോ അവന് ജീവിക്കാൻ? വേണ്ട, അവൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാള് ആ ക്ലർക്കിന്റെ മുമ്പിൽ കാണിക്കുന്ന താഴ്മലേ. ഖൗഫൻ, പേടിയോടെ നിൽക്കണം റബ്ബിന്റെ മുമ്പില്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആ രൂപത്തിലുള്ള പ്രാർത്ഥനകളിലേക്ക്, തളറുഅൻ വഖൗഫൻ, പിന്നെ വതമഅൻ. നമ്മൾ പറയുന്നൊരു വാക്കുണ്ട് നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പോയാലൊരു വാക്ക്, കിട്ടിയാലൊരാന, അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിന് ചോദിക്കാൻ പോകുമ്പോൾ മൂപ്പരെടുത്തിട്ട് പോകേണ്ടടാ, കിട്ടൂല, കിട്ടിയാ കിട്ടിയില്ലേ, പോയ ഒരു വാക്കല്ലേ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇങ്ങനെയാ പലപ്പോഴും ദുആ. ഒരു സ്റ്റാപ്പിളിൽ പിന്നടിച്ച മാതിരി അവിടെ വെച്ചിട്ട് നമ്മൾ കുറേ വിഷയങ്ങൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉരുവിട്ടുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല, കിട്ടണം എന്നുള്ള താല്പര്യവുമില്ല, ആർത്തിയില്ല. കിട്ടിയാലായി. അത് പ്രാർത്ഥനയിൽ റസൂൽ പറഞ്ഞില്ലേ, അള്ളാഹുവേ നിനക്കിഷ്ടമാണെങ്കിൽ നൽകണമേന്നൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാ. എനിക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വേണം ചോദിക്കാൻ, പോയാ പോട്ടെ എന്നുള്ള ചോദ്യമല്ല. അതാ നമ്മുടെ, ആലോചിച്ചോളൂ, സ്വന്തം ആലോചിച്ചോളൂ. നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഇങ്ങനെയാകുന്നില്ലേ? ഒരു ഹവേലമ്മൻ അങ്ങനെ പ്രാർത്ഥിച്ചു പോവാ, റബ്ബേ നീ എനിക്ക് തരാൻ കഴിയൂ, നിന്നിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷ, നീ അത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന ധൈര്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില മുന്നൊരുക്കങ്ങളൊക്കെ വേണ്ടി വരിക. അല്ലെ, തരും എനിക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ ചില ഒരുക്കങ്ങൾ ഞാൻ നടത്തേണ്ടി വരുമല്ലോ. അതിനാ റബ്ബ് കാണിക്ക ചോദിക്കുന്നത്. അല്ലെ, നമ്മൾ പള്ളിക്ക് സംഭാവന പെട്ടി എല്ലാ പള്ളിയിലും ഉണ്ടാവും, എല്ലാ അമ്പലങ്ങളിലും, അല്ല അങ്ങനത്തെ എല്ലാ ആരാധനാലയങ്ങളിലും ഭണ്ഡാരങ്ങൾ ഉണ്ടാവും. അത് അതിൻ്റെ നടത്തിപ്പിനാ, പടച്ചോന്റെ നടത്തിപ്പിനല്ലല്ലോ. അല്ലെ, പടച്ചോൻ ചോദിക്കുന്നുണ്ട്, ചില കാണിക്കകൾ ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെ, അതാ റസൂൽ കരീം പഠിപ്പിച്ച ആ കഥയിലൊക്കെയുള്ളത്. ആ 3 ചെറുപ്പക്കാർ ഒരു യാത്രയിൽ കുടുങ്ങിപ്പോയാലേ, ഒരു യാത്രയിൽ അവരൊരു മഴയത്ത് ഒരു ഗുഹയിൽ കയറി നിന്നു. പക്ഷേ പെരും മഴയിൽ ഒരു വലിയ പാറ ഉരുണ്ടു വന്ന് ആ ഗുഹാമുഖം അടഞ്ഞുപോയി. അള്ളാന്റെ റസൂലിന്റെ കഥയല്ലേ, അത് സത്യമാ, അല്ലെ? ഭാവനകളല്ല, യാഥാർത്ഥ്യങ്ങളാ, അല്ലെ? അങ്ങനെ ആ യുവത്വത്തിന്റെ കരുത്തുപയോഗിച്ച് 3 പേരും അപ്പാറ നീക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇനി അവർക്കുള്ളത് ഒരു ശരണമാ, ഈ പറഞ്ഞ ദുആ. അല്ലേ, അവരാ ദുആക്ക് മുമ്പില്, അള്ളാന്റെ മുമ്പിൽ ചില കാണിക്കകൾ വെക്കുന്നുണ്ട്. അത് തുലാഭാരായിട്ട് സ്വർണ്ണമോ വായക്കൊലയൊന്നുമല്ല. അല്ലേ, അവിടെ വെച്ച 3 കാര്യങ്ങളുണ്ട്. 3 പേർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നമുക്കൊക്കെ ആലോചിക്കാവുന്നതാ. 1, തൻ്റെ മാതാപിതാക്കളെ പരിചരിച്ചതാ. അല്ലെ, മാതാപിതാക്കളെ പരിചരിക്കണമൊക്കെ നമ്മളിപ്പോൾ ഒരു നിയ്യത്തോടെ, ഒരു ദുആയോടെ ചെയ്യേണ്ട ഒരു കർമ്മമാണോ? അങ്ങനെ നമ്മൾ ചെയ്യലുണ്ടോ? ബാപ്പാക്ക് ചെലവിന് കൊടുക്കണ്ടേ, ഞാൻ ആ നാട്ടിലൊക്കെ അങ്ങനെയാണ്, അപ്പം അതുകൊണ്ട് ഞാൻ കൊടുക്കണ്. അല്ലെ, ബാപ്പാനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകേണ്ടതും ഉമ്മാൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഞാൻ ഇളയ മോനിൻ്റെ തറവാട്ടിലാണ്, അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലെ നടപ്പ്. അല്ലെ, അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നു. സത്യത്തിൽ അതൊരു ദുആയായി ചെയ്യേണ്ടതാ, ദുആയായി ചെയ്യേണ്ടതാ, ദുആക്ക് മുന്നിൽ വെക്കാൻ ചെയ്യേണ്ടതാ. കഥയെ ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങളൊക്കെ സ്ഥിരമായി ക്ലാസ് കേൾക്കുന്നവരും കാര്യങ്ങൾ അറിയുന്നവരുമാണ് എന്ന നിലക്ക്. ആ ഉമ്മാനെ ഇപ്പാനെ നോക്കിയതിൻ്റെ പുണ്യം കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അതാ കാണിക്ക. പാറ നീങ്ങിയല്ലോ, തിരിയിലേ, പാറ നീങ്ങി, പക്ഷെ പുറത്തു വരാനാകുന്നില്ല. രണ്ടാമത്തെ മനുഷ്യൻ ധാർമ്മികത സൂക്ഷിച്ച ചെറുപ്പക്കാരനാ.
സ്ത്രീലോകം വല്ലാതെ വശീകരിക്കുന്ന, അള്ളാൻ്റെ റസൂൽ അന്ത്യദിനത്തോടനുബന്ധിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാലമാണോ നമ്മുടെ കാലം? നമുക്കങ്ങനെയൊക്കെ തോന്നുന്നത്. ഇതുപോലെ ഇതിലേറെ ദൂഷിച്ച കാലം ഇനിയും വരുമായിരിക്കും ഒരു പക്ഷെ, നമുക്കറിയില്ല. ലോകാവസാനത്തോടനുബന്ധിച്ച് സ്ത്രീകളായിരിക്കും പുരുഷന്മാർക്ക് ഏറ്റവും വലിയ ഫിത്ന എന്നൊക്കെ അള്ളാൻ്റെ റസൂൽ പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരു കാലത്താണോ എന്ന് തോന്നുന്ന കോലത്തിലാ നമ്മുടെ ചുറ്റുപാടുകൾ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുമ്പം നമുക്ക് പാഠമാ ആ ദുആയും ആ ദുആയുടെ കാണിക്കയും. ചെറുപ്പക്കാരൻ എന്താ പറഞ്ഞത്? എൻ്റെ ബന്ധു സുന്ദരിയായ പെൺകുട്ടി, ഞാനേറെ മോഹിച്ച പെൺകുട്ടി, ആ സൗന്ദര്യധാമം പലവരക്കും ഞാൻ വശീകരിച്ചിട്ടും നടന്നിട്ടില്ല. അവസാനം അവൾ കുടുങ്ങിയ ഘട്ടത്തിൽ, അവളെ സഹായിക്കാൻ മറ്റാരുമില്ലാത്തൊരു ഘട്ടത്തിൽ ഞാൻ സാമ്പത്തിക സഹായം ഏറ്റെടുത്തു. നിവൃത്തിയില്ലാതെ ആ പെൺകുട്ടി അതിന് വഴങ്ങാൻ സമ്മതിച്ചു. അള്ളാനെ ഭയപ്പെടുന്ന ആ പെൺകുട്ടി നിവൃത്തിയില്ലാതെ അതിന് കുടുങ്ങുകയും, ഏതായാലും ഞങ്ങൾ രണ്ടുപേരും അതിനെല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അത് നിർവഹിക്കേണ്ട ഘട്ടം വന്നപ്പോൾ ഇത്തഖില്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ആ ഒരൊറ്റ വാക്കിൽ പേടിച്ച് ഞാൻ മാറി. പടച്ചോനെ, ലോകത്തതാരും അറിയില്ല, ഓളും ഞാനും അറിയൂ, പിന്നെ നീയും. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ എന്നെ മാറ്റിയത് നിന്നോടുള്ള എൻ്റെ ബന്ധമാണ്. നിന്റെ പേര് കേട്ടപ്പോഴാ ഞാൻ പേടിച്ചത് റബ്ബേ. അതുകൊണ്ട് ഈ ഒരു അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്നാ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. പാറ പിന്നെയും നീങ്ങി, ഇത്തിരി കൂടി നീങ്ങി, ഇനിയും കടക്കണം പുറത്തേക്ക്, സാധ്യമായിട്ടില്ല. മൂന്നാമത്തെ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് കാണിക്കയായി വെക്കുന്ന വിഷയം സാമ്പത്തികമാണ്. സാമ്പത്തിക സൂക്ഷ്മതയാണ്. പണം കുത്തൊഴുകുന്ന ഒരു കാലത്താ സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളില്ലാത്ത കാലം വരും എന്നൊക്കെ പറഞ്ഞ രൂപത്തിൽ സക്കാത്തുമായി നടന്നാൽ അർഹതപ്പെട്ട അവകാശികളെ കണ്ടെത്താൻ പ്രയാസമാകുന്ന ഒരു ലോകത്തേക്കൊക്കെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത്രയും സാമ്പത്തിക അഭിവൃദ്ധിയിലാണ്. ഒരു ഭാഗത്ത് മാന്യോ അതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഒന്നും നാട്ടിലൊന്നും ഇതുവരെക്കും അനുഭവിച്ചു തുടങ്ങിയിട്ടില്ല. ഉണ്ടാകാം ഒരു ഭാഗത്തൂടെ, പക്ഷെ നമുക്കിടയിലൊന്നും അങ്ങനെ കാണുന്നു തോന്നില്ല, നമ്മുടെ ആ ദൂർത്തും ഇതൊക്കെ കണ്ടിട്ട്. ശരി, ഏതായാലും അങ്ങനെ ഉള്ള ഒരു ലോകത്ത് സാമ്പത്തിക സൂക്ഷ്മത പുലർത്തിയതിൻ്റെ പേരിലാ ആ ചെറുപ്പക്കാരൻ അതാ കാണിക്കയായി വെക്കുന്നത് റബ്ബിൻ്റെ മുമ്പിൽ. നാഥ, എനിക്കൊരു പണിക്കാരൻ ഒരു ദിവസത്തെ കൂലി വാങ്ങാതെ പോയി അയാൾ. ഞാനതിൽ കരുതി വെച്ചു. അതൊരാട്ടിൻകുട്ടിയായി, ആട്ടിൻകുട്ടി വലിയ ആടായി, മക്കളെ പ്രസവിക്കുന്ന അമ്മത്താടായി, അമ്മയാടായി, മക്കൾ പിന്നെയും പ്രസവിച്ചില്ലേ ഒരു കൂട്ടം, ഒരു പറ്റം ആടുകൾ. ഇതൊന്നും ഞാൻ പറഞ്ഞു റസൂലിൻ്റെ കഥയാ, ഇത് ബാലമാസികയിൽ വന്നതല്ല, സ്വഹീഹായ ഹദീസുകളിൽ വന്നതാ, സത്യമാ. നമുക്കൊന്നും ഈ ചിലതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളെ ഈമാൻ വെച്ചിട്ടേ നമ്മൾ ഓരോന്നും അളക്കൂ. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ആ തൊഴിലാളിക്ക് കൂലി കൊടുക്കണം. അയാൾ കൂലി ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതാ ആ താഴ്വരയിൽ മെയ്യുന്ന ആട്ടിൻപറ്റം അങ്ങയുടെ കൂലിയാ, കളിയാക്കരുതെന്നെ, എൻ്റെ ഒരു ദിവസത്തെ കൂലിയോ? ഞാൻ കഥ പറഞ്ഞു ഇങ്ങനെയൊക്കെ, അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കണം. അയാൾ സന്തോഷത്തോടെ ആട്ടിൻപറ്റത്തെയും തെളിച്ചു പോയി. പടച്ചോനെ, ഇത് ഞാൻ കൊടുക്കണ്ടില്ല, ഞാൻ പണിയെടുത്തതായിട്ടുള്ള പോറ്റാൻ. അയാൾക്ക് അയാളുടെ കൂലി കൊടുത്തച്ചാൽ മതി, ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ഇത്തിരി കൂട്ടിക്കൊടുത്താൽ മതി. അതിനെ വളർത്തിക്കൊണ്ടല്ലോ നിന്റെ ബാധ്യതയല്ലേ. മരിച്ചുപോയ ഏട്ടൻ്റെ കുട്ടിയുടെ അനന്തരാവകാശ സ്വത്തുണ്ട് നമ്മളെ സംരക്ഷണയിൽ. നമ്മളതൊക്കെ നമ്മൾ വേലിയെട്ടി കൊത്തി വളച്ചൊക്കെ വൃത്തിയാക്കി കൊണ്ടെടുക്കുന്നുണ്ട്. മറ്റേതങ്ങനെ കാടൊടിച്ച് കിടപ്പാ, അങ്ങോട്ട് ആക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് അവിടെ കിടക്കണ്. ഇതാ നമ്മൾ. എന്നിട്ടാ അപ്പൊ പണിക്കാരൻ്റെ പൈസ നിക്ഷേപിച്ചിട്ട് ലാഭം ഉണ്ടാക്കണ്. ആ സൂക്ഷ്മത അതാ അയാൾ കാണിക്കയായി സമർപ്പിക്കുന്നത്. തൊമയോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, ആർത്തിയോടുകൂടി, അള്ള ചോദിച്ചാൽ എനിക്ക് തരും എന്ന ധൈര്യത്തോടുകൂടി റബ്ബിനോട് ചോദിക്കാൻ ഇങ്ങനെ കാണിക്കകൾ കരുതി വെക്കണം. ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങളുണ്ട്, എല്ലാം ഒന്നുമല്ലാതാകുന്ന നിമിഷങ്ങൾ, ഒന്നും അല്ലാതായി പോകുന്ന നിമിഷങ്ങൾ, ഒന്നുമല്ലാതായി പോകുന്ന നിമിഷങ്ങൾ. നമ്മളിൽ പലരും പറയുന്നത് നമ്മൾ തന്നെ കേൾക്കാറുണ്ട്. അത് ഞാൻ ചൂളിപ്പോയി എന്നൊക്കെ പറയുന്നേ. അങ്ങനെ ഒന്നും ഉപയോഗപ്പെടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളൊക്കെ വരും.
അപ്പോഴേക്കുള്ള ഇങ്ങനെ ചിലതൊക്കെ കരുതി വെക്കണം. അത് ദുആഇൻ്റെ മറ്റൊരു ഭാഗമാ. അള്ളാഹിനോട് ചോദിക്കുമ്പം അള്ളാഹിനോട് ചോദിക്കാൻ എന്തെങ്കിലുമൊക്കെ കരുതിയേക്കുക. വസീല അല്ലേ, നമ്മളൊക്കെ ഉസ്താദുമാർ പഠിപ്പിച്ചു വസീല പറഞ്ഞാൽ എന്താ? അത് ഈ ഔലിയാക്കന്മാരെ സാദാത്തുകളെ ഉസ്താദുമാരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അങ്ങനെയൊന്നുമില്ല, അതൊന്നും നടക്കില്ല. ഞാനും എൻ്റെ അള്ളയും മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമനൊരുവനില്ല. ഒരാളുടെ ഹക്ക് ബർക്കത്ത് ജാഹും ഇല്ല അല്ലേ? അതായി ദുആയിൽ നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഉപ്പ 2 ഹജ്ജ് ചെയ്തിക്കുന്നു, തമ്മാടിയായ ഞാൻ 1 ഹജ്ജും ചെയ്തിട്ടില്ല. ഉപ്പാക്ക് 1 വേണ്ടുള്ളൂ, 1 ബാക്കിയാ. എനിക്ക് തരാൻ കഴിയോ? വാപ്പ വിചാരിച്ചാൽ? ഞാൻ ചോദിച്ചാൽ 2 നടക്കൂല അല്ലേ? എനിക്ക് എൻ്റേതായ കർമ്മങ്ങൾ കയ്യിലുണ്ടാകണം. എൻ്റെ ദുആയിലേക്ക്, എൻ്റെ ദുആക്ക് വെക്കാൻ നാഥ 40 കൊല്ലമായി ഞാൻ ഒറ്റ നോമ്പും ഒഴിവാക്കാതെ എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ റമളാൻ അനുഷ്ഠിച്ചിട്ടുണ്ട്. പല യാത്രകളിൽ, പല പ്രയാസങ്ങളിൽ, പല രോഗാവസ്ഥകളിലൊക്കെ കുടുങ്ങിയപ്പോഴും റബ്ബേ പിന്നേക്കത് വെച്ചാൽ അത് വീട്ടാൻ കഴിയാതെ പോകുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ അപ്പം തന്നെ കുറച്ചൊക്കെ പ്രയാസങ്ങൾ സഹിച്ചത് നിർവഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാനിതാ റബ്ബേ ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് അല്ലെ, ഇങ്ങനെയുള്ള ഒരവസ്ഥയിലാ. എനിക്ക് ആ നോമ്പെടുക്കാൻ കഴിയുന്നില്ല നാഥ അല്ലേ? ഡോക്ടർമാര് പറയുന്നത്, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഈ രോഗം ബാധിച്ച ആളുകളുടെയൊക്കെ അവസ്ഥ വെച്ചിട്ട് പറഞ്ഞത്, ആ രോഗം എത്ര ദിവസം പിടിക്കും, ഏതായാലും ഈ റമദാൻ നോൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അല്ലെ? അത്രയും ദിവസം വിശ്രമിക്കണമെന്നാ പറയുന്നത്. നാഥ, അസാധ്യമെന്ന ഒന്നില്ലാത്ത റബ്ബേ, എൻ്റെ ആ കഴിഞ്ഞു പോയ റമളാനുകളുടെ ഫളല് കൊണ്ട്, അതിൻ്റെ മഹത്വം കൊണ്ട് നാഥ ഈ റമളാൻ നിർവഹിക്കാൻ അതിനു മുമ്പ് നീ എൻ്റെ രോഗം ഭേദമാക്കി തരണമേ. കയ്യിലുണ്ടോ? നിങ്ങളോടല്ല ഞാൻ ചോദിച്ചത്, ഞാൻ എന്നോടാ. ആക്സിഡന്റ് അല്ലേ, 6 മാസം കിടക്കണം. 6 മാസം മിനിമം വരും. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം പറയുന്നു, ഇങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ മിനിമം 6 മാസം തന്നെ ആകും അത് മാറാൻ, അത് പഴയ രൂപത്തിലാകാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും നടക്കണമെങ്കിൽ അത്ഭുതം എന്തെങ്കിലും സംഭവിക്കണം. ആ അത്ഭുതമാ അള്ളാഹിൻ്റെ കറാമ, ആ അത്ഭുതമാ അള്ളാഹുവിൻ്റെ കറാമത്ത്. അതാർക്കാ? വെള്ളക്കുപ്പായവും വെള്ളത്തുണിയും വട്ടത്താടിയുള്ള ആളുകൾക്കാണോ? അതാണോ കറാമത്തിൻ്റെയും തഖ്വയുടെയും ചിഹ്നങ്ങൾ? എൻ്റെ റബ്ബുമായി ആത്മബന്ധമുള്ളവനാണത്. കീറത്തുണിയായി നടക്കുന്നവനാകാം ഒരു പക്ഷേ അവൻ്റെ നാവിലെപ്പോഴും റബ്ബുണ്ടാകും. അവൻ എപ്പോഴും അള്ളാഹുവുമായിട്ടൊരിക്കലും അവൻ എന്താ പറയാ, നമ്മളെ പുതിയ സാങ്കേതിക ഭാഷയിൽ കവറേജ് ഏരിയക്ക് പുറത്തായിരിക്കില്ല അല്ലേ? അവൻ്റെ ഫോൺ ഒരിക്കലും നിശബ്ദമാകില്ല. അങ്ങനെ എനിക്ക് പറയാൻ കഴിയണം, നാഥ ഞാൻ ഓട്ടപ്പാച്ചിലിനിടയിലെല്ലാം, എൻ്റെതായ തിരക്കുകൾക്കിടയിലെല്ലാം ഹയ്യാല സ്വലയും അയ്യാലൽ ഫലയും കേൾക്കുമ്പോഴൊക്കെ അടുത്തുള്ള പള്ളിയിൽ കയറാൻ ശ്രമിച്ചിട്ടുണ്ട്. പേമാരിയിലും കൊടുങ്കാറ്റിലും പ്രയാസങ്ങളിലുമൊക്കെ തന്നെയും ഞാൻ പോകുന്ന വഴിയിൽ നിർത്തി ആ പള്ളിയിൽ കയറി ജമാഅത്ത് നമസ്കരിച്ചിട്ടുണ്ട്. റബ്ബേ, ഇതാ രോഗം എന്നാൽ വന്നതല്ല, അള്ളാഹുവേ നിന്റെ ഖളാഇന്റെ ഭാഗമായി ഞാൻ ഇന്ന് ഈ അപകടത്തിലാണ് അല്ലെ? ഭൗതികമായ എൻ്റെ ചികിത്സകൾ ഞാൻ നിർവഹിക്കുന്നു. അവർ പറയുന്നു, ചുരുങ്ങിയത് ഇത്രയും കാലം എനിക്ക് പള്ളിയില്ല, പടച്ചോനുമില്ല, എവിടെയില്ല എന്ന്. നീയാണ് നാഥ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവൻ അല്ലേ? കരിസ്മാറ്റിക്, ഇവിടെ ഒരു ടീം അങ്ങനെ വയലൊക്കെ നടത്തി കരിസ്മാറ്റിക് അനുഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ? വേറെ ചില മതവിഭാഗത്തിൻ്റെ സഹോദരങ്ങൾ. തോന്നലുകളാ, മാനസികമായ ചില പ്രത്യേക അവസ്ഥകളാ. ഇത് എൻ്റെ ജീവിതവുമായി എനിക്കുണ്ടാകേണ്ടതാണ് അല്ലേ? 6 മാസം കിടക്കേണ്ട എന്നെ വെറും 6 ദിവസം കൊണ്ട് നടത്താൻ കഴിയില്ലേ? അസാധ്യമായ ഒന്ന് എന്നത് റബ്ബിനില്ല. ചോദിക്കുന്നുണ്ടല്ലോ, സക്കരിയ അലൈഹി സ്വലാമൊക്കെ ചോദിക്കുന്ന പ്രാർത്ഥന നമ്മൾ കണ്ടില്ലേ? വഹനല്ലല്ലാഹു മിന്നി വസ്തഅല റസു ശൈബാ അല്ലേ? എൻ്റെ ദുർബലനായി ഞാൻ, തലക്കാകെ നരച്ചു, എൻ്റെ ഭാര്യ വന്ധ്യയാ അല്ലേ? എല്ലൊക്കെ ദുർബലമായി,
ഇനി പ്രായത്തിൽ കുഞ്ഞുണ്ടാകുന്നൊന്നും പ്രതീക്ഷയൊന്നുമില്ല. വലം അഖും ബിദുആഇക റബ്ബി ശഖിയ്യാ. പക്ഷേ റബ്ബേ, നിന്നോടിത് ചോദിക്കുമ്പം എനിക്കൊരു നിരാശയില്ല, അല്ലേ? ഒരു നിരാശയില്ല നാഥ. ഭാര്യക്ക് ഇപ്പോഴത്തെ പ്രായത്തിനനുസരിച്ച് പ്രസവിക്കാനൊന്നും കഴിയില്ല, ഞാനും അങ്ങനെ ഇരിക്കണ്. പക്ഷെ ഞാൻ ചോദിക്കാണ്, കളിയാക്കാൻ ചോദിക്കാണോ റബ്ബിനോട്? അല്ല, അല്ല റബ്ബേ, വലൻ അഖും ബിദുആഇക റബ്ബി ശഖിയ്യാ. എനിക്കതിൽ നിരാശയൊന്നുമില്ല. കാരണം അത്ഭുതകരമായി എൻ്റെ കുഞ്ഞിനെ തരാൻ കഴിവുറ്റവനാ നീ. ഇബ്രാഹിം അലൈഹിസ്സലാമെ നോക്കൂ നിങ്ങൾ. 85 ചരിത്രം പറയുന്നത് 85ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കുഞ്ഞിനെ കിട്ടിയത് എന്നൊക്കെയാണ്. അന്നൊക്കെ പ്രാർത്ഥിക്കണോ? നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു അങ്ങനെ പരീക്ഷിച്ച കുറേ ആളുകളുണ്ടല്ലോ, മക്കളൊന്നും ഇല്ലാത്തതിനാൽ. ഇപ്പം 10, 50, 60 ഒക്കെ ആയപ്പോൾ പ്രാർത്ഥനയൊക്കെ നിർത്തിയില്ലേ നമ്മൾ? ഇനിയായിട്ട് കുട്ടി ഉണ്ടാകാനാ, ഇനി കുട്ടി ഉണ്ടായാൽ നോക്കാനാരാ, അല്ലേ? നമ്മൾ നിർത്തിയില്ലേ? എന്തിനാ സഹോദരങ്ങളെ ഖുർആൻ ഈ കഥയൊക്കെ പഠിപ്പിക്കണേ? ഖുർആനിൻ്റെ കഥ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു കൗതുക കഥയല്ലല്ലോ, അത് അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ളതാ. എന്തിനു നിരാശപ്പെടണം, എന്തിനു നിർത്തണം? പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗത്തേക്കാ പോണത്. അത് പ്രാർത്ഥനയിൽ തിരക്ക് കൂട്ടരുത്, പ്രാർത്ഥനയിൽ തിരക്ക് കൂട്ടരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉത്തരത്തിന് ധൃതിപ്പെടാത്തിടത്തോളം കാലം മനുഷ്യൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലായിരിക്കും. എത്ര കൊല്ലമായി പ്രാർത്ഥിക്കുന്നില്ലേ? ചില രോഗികളെ കളിച്ച് എന്നാൽ ചില മാമ്മമാരൊക്കെ പറയും, എത്ര കാലമായി പ്രാർത്ഥിക്കുന്നത്, എത്ര എങ്ങാനായി നേർച്ച നേരുന്നില്ലേ? യാതൊരു മാറ്റവും ഇല്ല, ഒരേ കിടപ്പ. നിരാശയുടെ വാക്കുകളല്ലേ അവിടെയാ ഈ സൂചിപ്പിച്ച ഈ തരത്തിലുള്ള സഹാബികൾ, അമ്പിയാക്കന്മാർ എത്ര കൊല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഒരു കുഞ്ഞിന് വേണ്ടി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നബിയായത് ശരി ഏകദേശം 40 വയസ്സിലെ അമ്പിയാക്കന്മാരുടെ പൊതുവെ നുബുവത്തിന്റെ പ്രായം നമ്മൾ പറയാറുണ്ടല്ലോ. അവിടുന്ന് അങ്ങോട്ട് തന്നെ 45 കൊല്ലം. പിന്നെ അതിൻ്റെ മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുള്ള പ്രായങ്ങളിലൊക്കെ അതും ഉണ്ടാവൂലേ? ആരാ ഇബ്രാഹിം? ഖലീലുള്ള, അള്ളാന്റെ പ്രിയപ്പെട്ട ദൂതന, അള്ളാന്റെ ചങ്ങാതി, കൂട്ടുകാരൻ. ഇബ്രാഹിം അല്ലദീ വഫ. അല്ലെ, എത്ര പറഞ്ഞിട്ടും അള്ളാഹുവിന് പൂതി വരാത്ത ഒരു പ്രവാചകനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം അത്ര കൊല്ലം പ്രാർത്ഥിച്ച്, നമ്മൾ എത്ര കൊല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും നിരാശപ്പെടാൻ? അല്ലെ, കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്നൊക്കെ പാട്ടുണ്ട്. നമ്മളും പാടും, നമ്മളെ കുട്ടികളും പാടും ആ പാട്ട്. പടച്ചോനെ കളിയാക്കണ പാട്ടാ. അല്ലെ, നമ്മളെ സംഗീതം രസാ, അല്ലെ, അതിൻ്റെ ട്യൂണൊക്കെ രസാ. പക്ഷെ അതിൻ്റെ ആശയം ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് മറ്റേ അങ്ങനത്തെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെടുത്ത് പാടുന്നതിനൊക്കെയാ. പക്ഷെ നമ്മളത് പാടുന്നത് അല്ലേ റബ്ബിൻ്റെ മുമ്പിലാ. നിരാശയുണ്ടാകരുത്, തിരക്ക് കൂട്ടരുത്. പ്രാർത്ഥിക്കാൻ അള്ളാഹു നമ്മളോട് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ അതിനിസ്സാരമായ വിഷയങ്ങൾ മുതൽ അതിഗൗരവമായ വിഷയങ്ങൾ വരെ നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതാ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും മാതൃക. അല്ലെ, ആ നിരാശ വരുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് മോശമായ വിചാരവുമായി മരിക്കരുത്. ആ മോശമായ വിചാരം എന്താ? ഇതൊക്കെ തന്നെയാ. ചോദിച്ചിട്ട് കിട്ടിയില്ല, അല്ലെ, ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നതാണ്. ആ ഭാഗവും പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ പ്രാർത്ഥനയുടെ ഉത്തരം എന്നത്? അതിന് പല രൂപങ്ങളുണ്ട്, അള്ളാഹുവിന് പല രീതികളുണ്ട്. ഒന്ന്, ഞാൻ ചോദിച്ചത് തന്നെ തരിക എന്നതാണ്. ഞാൻ ചോദിച്ചത് തന്നെ എനിക്ക് തന്നേക്കും റബ്ബ്. അതൊന്ന്, അത് വളരെ അപൂർവമായിട്ടൊക്കെ ഉണ്ടാവും. മറ്റൊന്ന്, ആ ചോദിക്കുന്നത് തീരെ തരാതിരിക്കുക എന്നതാണ്. ആ ചോദിക്കുന്നതേ തരില്ല. നമ്മളോട് ദേഷ്യമായിട്ടല്ല, നമ്മളോട് വെറുപ്പുള്ളതുകൊണ്ടല്ല. ലിയബ്തലിയക്കും, നമ്മളെ പരീക്ഷിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പം അങ്ങോട്ട് കിടന്നും ഇരുന്നും ഫുള്ള് പ്രാർത്ഥനയും നേർച്ചയും ദിക്റും ദുആയും എല്ലാം കൂടിയും ഇതട് നിർത്തിയാൽ, ഇത് കൊടുക്കാതെന്നാൽ എന്താക്കുവൻ? എത്ര കൊല്ലം പ്രാർത്ഥിക്കും? അതല്ല, അവൻ നിരാശപ്പെട്ട് എണീച്ചു പോകുമോ എന്നറിയാൻ വേണ്ടി അള്ളാഹ് തന്നില്ല എന്ന് വന്നേക്കും. 3,
അതിലേറെ ഖൈറുള്ള മറ്റൊന്ന് നൽകിയേക്കും. ഇതായിരിക്കില്ല നമുക്ക് ഖൈറ്, നാം ചോദിച്ചതായിരിക്കില്ല നമുക്ക് ഖൈറ്, മറ്റൊന്നായിരിക്കും ഖൈറായിട്ടുണ്ടാവുക, അതായിരിക്കും അള്ളാഹ് തരിക. 4, ഈ ദുനിയാവൊന്നും തരാതെ എല്ലാം ആഖിറത്തിലേക്ക്, എല്ലാറ്റിനും ഓരോഹരി ആഖിറത്തിലേക്ക് ഉണ്ടാകും നമ്മൾ ജയിച്ചാൽ. അതായത് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ഇവിടുന്ന് കിട്ടിയാലും അള്ളാഹ് അതിന് ചോദിച്ചതിനുള്ള കൂലി പരലോകത്തേക്ക് വേറെയും വെക്കും. കിട്ടാതെ നിന്നതിൽ ഞാൻ ആശ്വസിച്ച് ക്ഷമിച്ച് സഹിച്ചു നിന്നാൽ അതിനൂടെയുള്ള കൂലി പരലോകത്തേക്ക് അള്ളാഹു വെക്കും. അല്ലെ, ആ തന്ന കാര്യങ്ങളെക്കാൾ ഗുണകരമായത് എനിക്ക് തന്നാലും അള്ളാഹു എനിക്കൊരു കൂലി പരലോകത്തേക്ക് വെക്കും. ഇങ്ങനെയൊക്കെ ഉത്തരം. അല്ലെ, ഈ രൂപത്തിലൊന്നും പ്രതീക്ഷിക്കാനും മനസ്സിലാക്കാനും കഴിയാതെ പോകുമ്പോഴാ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഞാൻ നമ്മളുടേതായ കുറെ പടച്ചന്മാരൊക്കെ എടുത്ത് പോയി നോക്കി, അവിടുന്നൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ മറ്റോൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടല്ലോ അവിടെ പോയി നോക്കിയെന്ന്. അപ്പൊ അതൊരു മറ്റൊരു ജാതിക്കാരൻ്റെതായിരുന്നു, എന്നാലും വേണ്ടില്ല, കാര്യം നടക്കണല്ലോ, ഞാൻ അവിടെ പോയി, എനിക്ക് കിട്ടി. അല്ലെ, ഞാൻ അതിനുള്ള നന്ദിക്ക് തുലാഭാരവും നടത്തി എന്ന് ഹജ്ജ് ചെയ്ത മനുഷ്യൻ പറയാ. പറഞ്ഞത് പടച്ചവനുമായിട്ടുള്ള ബന്ധം അതങ്ങനെയായിട്ട് പോയാൽ പോരാ. പടപ്പുകളുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ടവരെ നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്തുണ്ടാക്കുന്നു. സമ്മാനങ്ങൾ കൊടുത്ത് സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേർന്ന് ആ ബന്ധങ്ങൾ നമ്മൾ ഊഷ്മളമാക്കി നിലനിർത്തിക്കൊണ്ടു പോകുന്നു. റബ്ബിനുമായിട്ടുമുള്ള ബന്ധം അങ്ങനെ നിലനിർത്തണം. അപ്പ ജനകോടികളുടെ റബ്ബ് എൻ്റെ സ്വന്തം റബ്ബായി എനിക്ക് അനുഭവപ്പെടുക. അല്ലെ, ഞാൻ ഒരു ഉളുപ്പുമില്ലാതെ ഈ നാട്ടിലെ ഏറ്റവും വലിയവനായ ഞാൻ, ഒരാളുടെ മുമ്പിലും അധീരത പ്രകടിപ്പിക്കാത്ത ഞാൻ ആ റബ്ബിന്റെ മുമ്പിൽ കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടി പൊട്ടി കരയാം. അല്ലെ, അങ്ങനത്തെ ഒരു അള്ളാനെ അങ്ങോട്ട് അടുപ്പിക്കുമ്പോഴാ. ഓഫീസിലെ ഹെഡാ ഞാൻ. അല്ലെ, എൻ്റെ ആ കാർക്കശ്യവും എൻ്റെ ആ ഗാംഭീര്യവുമാണ് എൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാന ഭാഗമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ കരയുന്നത് അവർ കാണരുത്. പക്ഷെ എൻ്റെ മുമ്പിൽ കരയാൻ എനിക്ക് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം ഉമ്മൻ്റെ കരച്ചിൽ എത്രയോ കണ്ടതാ. ആ ഉമ്മ നമ്മുടെ ദുനിയാവിലെ റബ്ബാ, ഉമ്മയിപ്പയും. അല്ലെ, ഇത് റബ്ബുൽ ആലമീൻ, അതിനേക്കാൾ എനിക്ക് കടപ്പാടുള്ളവൻ. അവിടേക്ക് നിങ്ങൾ അടുത്തോളൂ, ചോദിച്ചോളൂ. നിങ്ങൾ കൊച്ചുമക്കള്, ഈ സംസാരിച്ചു തുടങ്ങണ മക്കളില്ലേ, ആക്ച്വലി വർത്താനായിരിക്കും. ലോല ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോയാൽ അന്ന് രാവിലെ മുതൽ വൈകുന്നേരമുള്ള മുഴുവൻ പറയും അവർ നമ്മളോടല്ലേ. ആ നിഷ്കളങ്കത എല്ലാം അവർ പറയും. ഒരു മുതിരുന്നതിനനുസരിച്ച് വർത്താനം കുറഞ്ഞു വന്നു, അല്ലേ, വലുതാകുന്നതിനനുസരിച്ച്. ഇതാ റബ്ബുമായിട്ട് നമ്മളെയും കണക്ഷൻ കിടക്കണേ. നമ്മൾ എനിക്ക് ഞാൻ മദീനൊക്കെ തോന്നുന്നൊരു ഘട്ടം കെട്ട് വരുന്നതോടുകൂടി ഞാൻ എൻ്റെ റബ്ബുമായിട്ടുള്ള വർത്തമാനം നിർത്തുന്നു. അല്ലെ, എൻ്റെ റബ്ബുമായിട്ടുള്ള എൻ്റെ സംസാരം ഞാൻ ചുരുക്കുന്നു. ഔപചാരികതയുടെ നമസ്കാരം, അല്ലെ, ഔപചാരികതയുടേതായ ദിക്റുകൾ, ഔപചാരികതയുടെ ദുആകൾ, അതിനപ്പുറത്തേക്ക് എനിക്ക് എൻ്റെ ദിക്റുകളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, എൻ്റെ ദുആകളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തറാവീഹ് ശരിയാണ്, കാലം കൂടുമ്പോൾ ഈമാനൊക്കെ കുറയും. അല്ല, ഈമാൻ കുറയുമ്പം നമ്മൾക്ക് ശാരീരികമായി ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ക്ഷമത കുറയും. റസൂലൊക്കെ നിന്ന മാതിരി 2-1 നിന്ന് നിസ്കരിക്കാനൊന്നും നമുക്ക് ഈമാൻ കൊണ്ട് കരുത്തില്ല, അതുകൊണ്ട് ശരീരം കൊണ്ട് കരുത്തില്ല. എന്നാലും അല്ലേ, നമ്മളൊക്കെ വളരെ ചുരുക്കിയില്ലേ. നമ്മൾ കുറച്ച് പ്രായമുള്ളവർ പറയും, നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ നിസ്കരിച്ച അത്ര സമയം ഇപ്പം നിസ്കരിക്കാൻ കഴിയുന്നോ നമുക്ക്? അല്ലേ, സുജൂദിലൊരിത്തിരി നേരം നിൽക്കാനാവുന്നുണ്ടോ നമുക്ക്? തറാവീഹ് റാഹത്തെടുത്ത് നിസ്കരിക്കേണ്ട നിസ്കാരാ, എന്നിട്ട് പോലും നമുക്ക് സലാം വിട്ടി ഉടനെ പൊങ്ങണം അടുത്ത റക്കായത്തിലേക്ക്. കാരണം ഇതെങ്ങനെങ്കിലും ഒന്ന്, അല്ലേ, ഉംറക്ക് പോയ 2 കൂട്ടുകാരെ കുറിച്ച് ഒരു സുഹൃത്ത് പ്രസംഗത്തിൽ സംസാരിച്ചത് കേട്ടു. ഇപ്പോൾ ഉംറയൊക്കെ ഒരു ഹരാണല്ലോ. ഇപ്പോൾ ഏതായാലും കാശ്മീരിലൊക്കെ പോകുന്നുണ്ട്, ആ കൂട്ടത്തിലൊന്ന് കുറച്ചുകൂടി പൈസ കൂട്ടിയാൽ ഉംറക്ക് പോയി പോരാ. അപ്പം അങ്ങനെ ജിദ്ദയിൽ ഇറങ്ങിയപ്പം ഈ 2 ചെറുപ്പക്കാർ പറഞ്ഞത്രേ, ഇനി ഏതായാലും അച്ചൊറയായിട്ട് കഴിച്ചാളാ. ഏതാ ഈ ചൊറ?
അത് കുറച്ച് നേരത്തേക്കുള്ള ആ ഉംറൻ്റെ ചൊറയെ, ആ ഉംറൻ്റെ ചൊറയായിട്ട് കഴിച്ചാൽ ബാക്കിയുള്ള ദിവസം നമുക്ക് അതിലൊക്കെ കറങ്ങാം, നമ്മളെ ഷോപ്പിങ്ങും കാര്യങ്ങളും ചങ്ങായിമാരെ ബന്ധുക്കളെ കഴിച്ചാൽ. അപ്പം അച്ചൊറയായിട്ട് കഴിച്ചാൽ ഈ ചൊറ കഴിക്കാനാ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, നമ്മൾ സംവദിക്കുക, നമ്മൾ സംസാരിക്കുക, നമ്മുടെ നിസ്കാരമൊക്കെ അങ്ങനെ ഒരു ചൊറ കഴിക്കലാകുന്നു. അത് ഈ പടച്ചവനുമായിട്ടുള്ള നമ്മളുടെ ബന്ധത്തിൽ ആ ദുആയിൽ വന്ന പ്രശ്നമാണ്. ആ ദുആയിൽ വന്ന പ്രശ്നമാണ്. ആ റബ്ബിനെ നേർക്ക് നേരെ കണ്ടെത്തി വന്നപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും എവിടേക്കും ചെന്ന് വാതിലിന് മുട്ടാതെ റബ്ബിൻ്റെ അടുക്കലേക്ക് അവർ വന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊനൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമുക്ക് അതും ഒരു ചടങ്ങാ അല്ലെ? ഒരു മരണ വാർത്ത കേട്ടാൽ, ഒരു ആക്സിഡൻറ്റ് കേട്ടാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയും. അതല്ല, അതെൻ്റെ റബ്ബുമായിട്ട് ഞാൻ കണക്ഷനിലേക്ക് പോയതാ അല്ലേ? അവിടേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഇന്നാ ലില്ലാഹി പറഞ്ഞിട്ട് ഇവിടുന്ന് അട്ടഹസിച്ചാലോ പിന്നെന്താ? ഇന്നാ ലില്ലാഹിക്ക് എന്താ അർത്ഥ? ശരിയാണ്, എൻ്റെ മാനസിക ശക്തിക്കനുസരിച്ച് എൻ്റെ നേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ചില ദൗർബല്യങ്ങൾ എന്നെ പെട്ടെന്ന് വികാരധീനനാക്കിയേക്കും. പക്ഷെ എന്നാലും പിടിക്കാൻ ശ്രമിക്കണ്ടേ ഞാൻ അല്ലേ? പിടിക്കാൻ ശ്രമിക്കേണ്ട ഞാൻ എൻ്റെ റബ്ബിൽ അല്ലേ? ആ തവക്കുലതാ ദുആഇൻ്റെ ഫലമാ തവക്കുൽ. ദുആയിൽ നിന്നുണ്ടായി വരേണ്ടതാ തവക്കുൽ. എനിക്കൊരു പേടിയില്ല, നിർഭയത്വം. ഭൂമി മൊത്തം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല അല്ലേ? എന്തും സംഭവിച്ചു കൊള്ളട്ടെ അല്ലേ? ആ സംഭവങ്ങളിലൊന്നിലും ഒരു ബേജാറും ഇല്ലാതാ. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ റബ്ബറിയുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ്, ആ ഗുഹയിൽ ആ ചെറുപ്പക്കാർ കുടുങ്ങിയതുപോലെ നമ്മൾ ചില ഗുഹയിലൊക്കെ കുടുങ്ങാറുണ്ട് അല്ലേ? നമ്മൾ കുടുങ്ങുന്ന ഗുഹ അല്ലേ? പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകളിലെ അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററുകളാ. ഇപ്പം പഴയ മാതിരി അനസ്തേഷ്യ കൊടുത്തിട്ട് ഒന്നിച്ചൊന്നും അങ്ങോട്ട് കളയാറില്ലല്ലോ ബോധം. പലപ്പോഴും വലിയ ഓപ്പറേഷനുകൾക്കൊക്കെ ഉണ്ട്, അല്ലാത്തതിനൊക്കെ നമ്മൾ സംഭവമൊക്കെ അറിയും. നമ്മളെ ബോധം ബാക്കിയുണ്ട്. ആരാ കൂട്ടരെ? കൂട്ടിന് പുറത്തുണ്ട്. നമ്മുടെ മുന്തിയ കാർ അവിടെ നിർത്തി വെച്ചിട്ട് പാർക്കിങ്ങിലുണ്ട് അല്ലേ? എല്ലാ സൗകര്യങ്ങളുമായിട്ട് വെളിപ്പുറത്ത് നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ ആശ്രിതന്മാരുണ്ട് അല്ലേ? നാം പോറ്റുന്ന പള്ളിയിലെ ഇമാമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലോ അവിടെ കുറേ യന്ത്രങ്ങളുണ്ട്. ഡോക്ടർ എന്ന യന്ത്രം, നേഴ്സ് എന്ന യന്ത്രം, അങ്ങനെ കുറേ യന്ത്രങ്ങൾ. മനുഷ്യനായി നമ്മൾ അല്ലെ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കക്ഷി, അയാളുടെ ഓപ്പറേഷൻ, ആ ഏതൊരു ചികിത്സയാണോ നടത്തുന്നത് ആ ചികിത്സ ജയിക്കണം. കാരണം അതവരുടെ ഹോസ്പിറ്റലിൻ്റെ, അവരുടെ വ്യക്തിപരമായ കരിയറിൻ്റെ മേന്മക്കാവശ്യമാണ്. അതിൻ്റെ അപ്പുറത്ത് വേറെന്തോ ഒരു അസുഖമുണ്ട്, അതവർ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അതിപ്പോഴവർ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് അവരത് ശ്രദ്ധിക്കുന്നില്ല. ഇതെങ്ങനെങ്കിലും ജയിച്ചെടുക്കണം അല്ലേ? അവർ നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ കണ്ണടച്ച് കിടന്നോളൂ, ദൈവത്തിനെ ആലോചിച്ചോളൂ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നല്ല ചിന്തിച്ച് കിടന്നോളൂ, ഒന്നും പ്രശ്നമൊന്നുമില്ല അല്ലേ? അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. നമുക്ക് കഴിയുന്നുണ്ടോ? എത്രയോ വട്ടം തിയേറ്ററിൻ്റെ വക്കത്ത് പോയിട്ട് പ്രഷർ കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ പോന്താ അല്ലേ? അവിടെ ഏത് ഗുഹയിൽ കൊണ്ടിട്ടായിട്ടാൽ എന്താ? എൻ്റെ പടച്ചോണ്ടല്ലോ എൻ്റെ കൂടെ, എന്നെ ആശ്വസിപ്പിക്കാൻ, എന്നെ സമാധാനിപ്പിക്കാൻ. നീ വന്നോളൂ, ഒരു ചാണെടുത്തോളൂ, ഞാൻ നിൻ്റെ അടുത്തൊരു മുഴം അടുത്തേക്ക് വരാം ഞാൻ അല്ലേ? ഞാൻ ദൂരെയല്ല, നീ എന്നോടൊരു മുഴം അടുത്തോളൂ, ഞാനൊരു മാറെടുത്തോളാം നിന്നോട്. നീ എൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണെങ്കിൽ അല്ലേ? ഒരു കൊച്ചുകുട്ടി നടന്നു തുടങ്ങുന്ന കൊച്ചുമോൾ അല്ലേ? ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വിട്ട് ഉപ്പാൻ്റെ അടുത്തേക്കല്ലേ വല്യപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു വരിക. ആ രണ്ടടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേച്ച് വരുമ്പം നമ്മൾ പാഞ്ഞു ചെന്ന് പിടിക്കുന്നു ആ മോനെ അല്ലേ? ഓൻ ബുഗുവയ്ക്കും. റബ്ബങ്ങനെയാ. ഹദീസ് എത്ര മനോഹരായി ഹദീസൊക്കെ വായിച്ചാൽ. പിന്നെ ആ റബ്ബിൻ്റെ അടുത്തൊന്നും പോയില്ല നമ്മൾ അല്ലേ? അതാ തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ സഹാബികളെ അള്ളാഹ് പിടിച്ചു വലിച്ച് പുറത്തുകൊണ്ടിരണ്ടി അന്ന്. സൂറത്ത് മുസമ്മിലിൻ്റെ അവസാനത്തെ വചനമില്ലേ? ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുൽസൈൽ ലൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്, നീയും എൻ്റെ കൂടെ ഒരു സംഘം ആളുകളും രാത്രിയുടെ 2/3 ഭാഗം, പകുതി അല്ലെങ്കിൽ 1/3 സമയമൊക്കെ നിസ്കരിക്കുന്നു. അള്ളാഹ്ക്കറിയാം, അല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ അലിമ ലം തുഹ്സൂഹു. നിങ്ങളുടെ കയ്യിൽ വാച്ചും ക്ലോക്കും ഘടികാരമൊന്നുമില്ല
അള്ളാഹ് ആ രാവും പാലൊക്കെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ, നിങ്ങളാവുന്ന ഖുർആനൊക്കെ ഓതി നിസ്കരിച്ചാൽ മതി. നേരെ വിപരീത ദിശയില ആ സ്വർഗത്തിലേക്ക് നമ്മൾ ഓടുന്നത് അല്ലെ. സഹാബികൾ നിസ്കാരം കൂടുതലാക്കി പോയപ്പം അള്ളാഹ് നിർത്തി. അത്രയും നിങ്ങൾക്ക് ആവില്ല. നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര പോകേണ്ട ആളുകളുണ്ട്, വിഭവങ്ങൾ തേടി പോകേണ്ടവരുണ്ട്, യുദ്ധത്തിന് പോകേണ്ടവരുണ്ട്. അതുകൊണ്ട് ഫഖ്റഉ മാ തയസ്സറ മിൻഹു വഅഖീമു സ്വലാത്ത വആതു സക്കാത്ത വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന, ആവുന്നത്ര നിസ്കരിച്ച് നോമ്പോറ്റ് അങ്ങനെ പോയിക്കോളൂ. നിങ്ങൾ നേരെ വിപരീത ദിശയില അതേ ഫിർദൗസിലേക്ക് നമ്മൾ ഓടുന്നു. എങ്ങനെയൊക്കെ ചുരുക്കാൻ കഴിയുമോ, എവിടെയൊക്കെ ചുരുക്കാൻ കഴിയുമോ, അത് 2 റക്അത്തിന് ഇടയിലുള്ള സമയത്തിലാണെങ്കിൽ അങ്ങനെ, സുജൂദിലാണെങ്കിൽ അങ്ങനെ, ഖിയാമിലാണെങ്കിൽ അങ്ങനെ, എവിടെ ചുരുക്കാം അവിടെയൊക്കെ ചുരുക്കി അല്ലേ. ഷോർട്ട് കട്ടിൻ്റെ ഇപ്പം നമ്മളെ എന്താണ് IT-യുടെ യുഗമാണല്ലോ, ഒക്കെ ഷോർട്ടല്ലേ. സഹോദരന്മാരെ, എന്തോ മനസ്സിലായോ? ഞാൻ നിർത്തുക. പറഞ്ഞതിൻ്റെ പൊരുളറിഞ്ഞോ? റബ്ബിനെ തിരിയണം, റബ്ബുമായിട്ടുള്ള ബന്ധം സദാ നിലനിർത്തണം. ആ ബന്ധമാണ് ദുആ. ആ ദുആ പ്രത്യേക സന്ദർഭങ്ങളിലും സമയങ്ങളിലും പോരാ. ആ എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തുക, അതാണ് ആ ദുആ. അതാ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ദുആ. മക്കത്ത് കാബ ഹജ്ജിനൊക്കെ പോയ ഉംറക്ക് ചിത്രം കണ്ടവരൊക്കെ തന്നെങ്കിലും ഉണ്ടാവും. പൊട്ടിക്കരയുന്ന 100 കണക്കിന് ആളുകളില്ലേ അവിടെ കൂട്ടത്തിൽ. പക്ഷെ നമ്മളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്താ സ്ഥിതി? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വാഗ്മി, ഒരു നല്ല സമർത്ഥനായ പ്രഭാഷകന് നിങ്ങളെയൊക്കെ കരയിക്കാൻ കഴിയും. ഒരു വലിയ പ്രഭാഷകന്, ഒരു സമർത്ഥനായ പ്രഭാഷകന് നമ്മളെയൊക്കെ പടച്ചോനെയും പരലോകവും മരണമൊക്കെ പറഞ്ഞ് കരയിക്കാൻ കഴിയും. പക്ഷെ അയാളില്ലാതെ എനിക്ക് ഒറ്റക്ക് കരയാൻ കഴിയുമോ? അയാൾ കരയിക്കാതെ? അതാ ഹറമിലെ കണ്ണീരിനൊന്നും വിലല്ലാതെ പോണത്. ഇമാം ഓതുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറും. അത്തരത്തിലുള്ള ആയത്തുകൾ അദ്ദേഹം വീണ്ടും ഓതും അല്ലേ, വീണ്ടും കരയും. അത് കേൾക്കുമ്പോൾ ബാക്കിലുള്ള നമ്മൾ അർത്ഥമൊന്നും അറിയില്ലെങ്കിലും നമ്മൾ കരയും. പക്ഷെ അക്കരച്ചിൽ പടച്ചോൻ്റെ മറ്റൊരു പ്രകൃതിയാണ്. അത് എല്ലാ മനുഷ്യരും കരയും. അതിന് പടച്ചോനെ പേടിയൊന്നും വേണ്ട. ഒരു കരച്ചിലിൻ്റെതായ രംഗണ്ടായാൽ കരയാൻ. ഈ അള്ളയുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി വരുമ്പോൾ പടച്ചോനോടാണല്ലോ ഞാൻ ധിക്കാരം കാണിച്ചത്, ഈ നാഥനോടാണല്ലോ ഞാൻ ധിക്കാരം പ്രവർത്തിച്ചത് എന്ന ബോധം ഉണ്ടാവുക. റബ്ബിലേക്ക് അടുക്കുക. വിശുദ്ധ റമളാനാ. എല്ലാ കവാടങ്ങളും, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും തുറന്ന് നരകത്തിൻ്റെ 7 വാതിലുകളും ബന്ധിച്ച് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരികയാ. ചോദിച്ചോളൂ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ റബ്ബല്ലാതെ വേറൊരാളും ഈ ലോകത്തില്ല. മഹാകോടീശ്വരന്മാരുണ്ട് ആ മഹാകോടീശ്വരന്മാരുണ്ട്. ആരാ ഇത്ര ഗ്യാരണ്ടിയോടെ നിങ്ങളെന്തും ചോദിച്ചോളൂ തരാമെന്ന് പറയാൻ? മഹാ ഉദാരന്മാരുണ്ട് ഈ ലോകത്ത്. ഏതുദാരനാ കഴിയുക? എന്തും പറഞ്ഞോളൂ, എല്ലാം കേൾക്കാമെന്ന് പറയാൻ. എത്രയും നിങ്ങൾ ചെയ്തോളൂ, അതിനനുസരിച്ച് തരാമെന്ന് പറയാൻ. തിരക്കുകൾക്കിടയിൽ നമ്മൾ ഇനി തിരക്കിലേക്ക് നീങ്ങാം, കുറച്ചുകൂടി തിരക്കിലേക്ക്. അവസാനത്തെ 10-ന്റെ ലൈലത്തുൽ ഖദറിൻ്റെ, അതോടൊപ്പം ഭൗതികതയുടെ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ ചെല്ലുക, ഭാര്യയോടും മക്കളോടൊക്കെ പറയാം. കുറച്ചുകൂടി അള്ളാഹിലേക്ക് നമ്മൾ കുറച്ചുകൂടി തിരക്കൂട്ടുക. നമ്മൾ ഇനിയൊരു പക്ഷേ അള്ളാഹ് ഒരവസരം തന്നില്ലെങ്കിലോ, ഇനിയും ഒരവസരം റബ്ബ് നൽകിയില്ലെങ്കിലോ? ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മളോട് ദുആ ചെയ്യാനൊക്കെ വസിയത്ത് ചെയ്തവർ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ ക്ലാസ് സംഘടിപ്പിച്ചവർ, ക്ലാസ്സിൽ വന്നിരുന്നവർ, നമസ്കരിച്ചവർ, നോൻപ് നോറ്റവർ, ചിലരൊക്കെ മക്ബറകളിലാണ്, ചിലരൊക്കെ രോഗാവസ്ഥകളിലാണ്. അവർക്കിപ്പോൾ അതൊന്നും കഴിയുന്നില്ല എന്നതാ ബേജാറ്. ഇവർ വന്ന് പറയും, നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ നമ്മളെയും ഓർക്കണം, ഉൾപ്പെടുത്തണം. അള്ളാഹു അത്തരത്തിൽ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലുമൊക്കെ നിൽക്കുന്ന ആ സഹോദരങ്ങൾക്ക് അള്ളാഹു അവരുടെ രോഗാവസ്ഥകളും പ്രയാസകരമായ സാഹചര്യങ്ങളും നീക്കി ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഭാവി ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു.
പടച്ചവനെ, കുറേയേറെ കർമ്മങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ദുആകളും മറ്റു കർമ്മങ്ങളുമൊക്കെ നാഥ, അതെല്ലാം നീ ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ റബ്ബേ. കുറേ വീഴ്ചകൾ, നീ കൽപ്പിച്ച പലതും ഞങ്ങൾ നിന്നെ മനസ്സിലാക്കാതെ നിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൊണ്ടാണ്, ഈമാനിൻ്റെ കുറവ് കൊണ്ടോ ഇൽമിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ വന്ന ആ പാപങ്ങൾ പുറത്ത് പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ ഇണകളുമൊക്കെ ദുനിയാവിൻ്റെ ഒരുപാട് പരീക്ഷണങ്ങളിലും അധ്വാനങ്ങളിലുമൊക്കെയാണ്. അവർക്കും ഞങ്ങൾക്കുമെല്ലാം ദുനിയാവിൻ്റെ നന്മയുടെ വാതിലുകൾ തുറന്നു തന്ന് ബർക്കത്തുള്ള ഈ ജീവിതം ഈ ലോകത്തും, നാളെ പടച്ചവനെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു തന്ന് പരലോകത്തും നീ നൽകി അനുഗ്രഹിക്കണമേ നാഥ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار، ربنا أجرنا من النار، ربنا أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.